يرجوك إلا محسنون فمن الذي يدعو ويرجو المجرمون ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم وأعلم أمة سيدنا ومولانا محمد സർവാധരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഒരുപാട് കാലം പ്രഭാഷണ രംഗത്ത് ഓടി നടന്ന് ഇപ്പോഴും പ്രസ്ഥാന രംഗത്ത് ആകുന്നതിലുപരി പ്രവർത്തന സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കോയ മാഷ് എന്റെ സദസ്സിലിരുന്നും പരിസരത്തു നിന്നും ഈ സദസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പ്രഭാഷണം വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിലൂടെയാണ് ഇവിടെ കടന്നുപോകുന്നതെന്ന് ഇന്നലെ ഞാൻ കേൾപ്പിച്ചു. റമദാനിന്റെ തൊട്ടുതലേന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി നടത്തിയ സുദീർഘമായ ആ പ്രഭാഷണത്തിലെ ചെറിയ ഒരു ഭാഗം അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ, വിശുദ്ധ റമദാനിനെ 3 ഭാഗമാക്കി തിരിച്ച് 1-ാം ഭാഗം കാരുണ്യത്തിന്റെ ഭാഗമാണെന്നും 2-ാം ഭാഗം പാപമോചനത്തിന്റെ ഭാഗമാണെന്നും 3-ാം ഭാഗം നരകമോചനത്തിന്റെ ഭാഗമാണെന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതില് 1-ാമത്തെ 10 റഹ്മത്തിന്റെ 10 എന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് റഹ്മത്തിന്റെ 10 എന്ന വിഷയമാണ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം അത് പറഞ്ഞു തീരും മുമ്പ് നമ്മുടെ പരിപാടി സമാപിക്കുകയായിരുന്നു, സമയം സമാപിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഈ വർത്തമാന സാഹചര്യത്തിൽ മനുഷ്യരുടെ ഹൃദയങ്ങള് നാൾക്കുനാൾ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഹൃദയങ്ങളെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് പ്രധാനമായും റമദാൻ വ്രതം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലക്ഷ്യമിട്ടത്. റമദാനിന്റെ നോമ്പ് കൊണ്ട് അല്ലാഹു ലക്ഷ്യം വെച്ചത് മലിനമായ ഹൃദയങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുക എന്ന വലിയ ഒരു ലക്ഷ്യമാണ്.
അല്ലാഹു തആല എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് സംസാരിക്കുന്നിടത്ത് അല്ലാഹു അതിന്റെ കാരണം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വേണ്ടാത്തരങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് റമദാനിലെ വ്രതം നിർബന്ധമാക്കിയത്. എത്ര ഭംഗിയായിട്ടാണ് അല്ലാഹു എന്നെയും നിങ്ങളെയും ഇത് പഠിപ്പിച്ചത്. അപ്പോൾ മലീമസമായ ഹൃദയ സഖരിയാണത്രേ ഈ നോമ്പ് കൊണ്ട് അല്ലാഹുവിന്റെ ലക്ഷ്യം. പക്ഷേ നോമ്പ് നോറ്റിട്ട് വീണ്ടും വീണ്ടും തിന്മയിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുന്ന ജനതയെയാണ് നമ്മൾ കണ്ടുമടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി, അശ്ലീലതകളോട് അകന്നു നിൽക്കാൻ, അശ്ലീലതകളോട് സലാം പറയാൻ ഒരു നിലക്കും നമുക്ക് സാധിക്കുന്നില്ല എന്നല്ല, ഈ അശ്ലീലതകളോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയാണ് ഓരോ ദിവസം ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം അതാണ്. റമദാൻ വ്രതമനുഷ്ഠിക്കുന്ന മനുഷ്യർ, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, റമദാനിലെ നോമ്പ് പോലും ഉപേക്ഷിക്കപ്പെടാൻ ചെയ്യാൻ നമുക്ക് ഒരു ഉളുപ്പുമില്ല. ആലോചിക്കണം നിങ്ങള്. ഒരുപക്ഷെ അവരന്ന് നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല. പക്ഷേ നോമ്പ് നോൽക്കാത്ത അവര് പോലും ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നോമ്പ് നോറ്റ് ഉളുപ്പില്ലാതെ ആ തിന്മകളില് ഉഴറാൻ ഈ സമൂഹത്തിന് ഇന്നൊരു പ്രയാസവുമില്ല. വായിക്കുന്നത് മുഴുവനും അശ്ലീലങ്ങളാണ്, കാണുന്നത് മുഴുവനും വൃത്തികേടുകളാണ്, കേൾക്കുന്നത് മുഴുവനും മരുതായ്മകളാണ്. ബഹുമാനപ്പെട്ട ശഫീഉൽ റസൂലുള്ളാഹി അവന്റെ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നില്ലെങ്കിൽ അതോടൊപ്പം റബ്ബേ പൊറുക്കണേ എന്ന് പറയുകയും ചെയ്യുന്നത് റബ്ബിനെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. അൽ മുസ്കൽ മുസ്തഹ്സിഇ ബിറബ്ബിഹി ശഫീഉനാ റസൂലുള്ളാഹി. പാപങ്ങളെ തൊട്ട് പോയിരുന്നവൻ, എന്നാലോ പതാർന്നവൻ, ഒരാൾ അന്നപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയുണ്ടായി. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പഴയ മാറാപ്പ് അല്ലെ, തിന്മയുടെ, അരുതായ്മകളുടെ, വേണ്ടാത്തരങ്ങളുടെ ആ മാറാപ്പ് അഴിച്ചുവെക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലേ? നമ്മുടെ ശരീരങ്ങളിൽ നിന്ന്, നമ്മുടെ കൽബുകളിൽ നിന്ന് നമ്മളുമായി അവയെ അകറ്റി നിർത്താൻ കഴിയുന്നില്ലേ? ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ നന്നായെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഏതായാലും നാൾക്ക് നാൾ മലിനമായി കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് പാപമോചനത്തിന്റെ വാതായനങ്ങൾ അവർക്ക് തുറക്കപ്പെടണം. അത് തുറക്കപ്പെടുന്ന പത്താണ് ഈ നടുവിലത്തെ പത്ത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ വേണ്ടാത്തരങ്ങളോട് പൂർണ്ണമായി സലാം പറഞ്ഞ് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് പടച്ചവനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊരുത്തപ്പെടും. എത്ര വലുതാവട്ടെ. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അല്ലാഹു പൊരുത്തപ്പെടുമോ? തീർച്ച.
ഞാനൊരു മനുഷ്യനെ കൊന്നിട്ടുണ്ട്, അള്ളാഹു എന്നോട് പൊരുത്തപ്പെടുമോന്ന്. നസൂഹായ തൗബ ചെയ്തവന് അള്ളാഹു പൊറുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ തൗബ എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്നുള്ള പൂർണ്ണവിരാമമാണ്. തിന്മകളിൽ നിന്നുള്ള പൂർണ്ണവിരാമമാണ്. ഇന്നലെ നമ്മൾ ഈ സദസ്സിൽ കൂടിയ ആളുകൾ, അത്രയും ആളുകളെ ഇന്ന് കാണുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം എന്താ, ഇന്നലെ ഒഴിവാക്കിയാൽ ഇന്ന് ഒഴിവാക്കാൻ പറ്റൂല, അല്ലേ? അതുകൊണ്ടല്ലേ സംഗതി കുറഞ്ഞു പോയത്. എവിടെയോ നടക്കുന്ന ഒരു കളിക്ക് വേണ്ടി കോലം കെട്ടുന്ന ഒരു ഉമ്മത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കാൽപന്ത് ഭ്രമം നമ്മെ എങ്ങോട്ടെത്തിക്കും? മാപ്പിളയുടെ സംസ്കാരം തന്നെ ഇത് നശിപ്പിച്ചു കളയുമോ എന്ന് ഭയപ്പെടേണ്ടതാണ്. ഇതിന്റെ പിന്നാലെ പണവും സമയവും കൊല്ലുന്ന മനുഷ്യരാലോചിക്കേണ്ടത്. ഇന്നലെ ഞാൻ പരാമർശിച്ചു പോയിട്ടുണ്ട്, നീട്ടുന്നില്ല. ഇന്ന് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഗ്ഫിറത്തിന്റെ പത്ത്. എന്താണ് ഈ മഗ്ഫിറത്തിന്റെ പത്ത്? പാപമോചനം. അള്ളാഹു നമ്മളിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ നമുക്ക് പൊറത്തു തരുമെന്ന് പറഞ്ഞതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്, അതെത്രത്തോളം സാധ്യമായ കേസാണ്, ഇതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അള്ളാഹ് പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളെ കൂട്ടത്തിലൊക്കെ പലരും അവരോട് വല്ല അരുതായ്മകളും മറ്റുള്ളവർ ചെയ്താൽ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കും, അല്ലേ? പറഞ്ഞാൽ പുറത്തു കൊടുക്കും. പലപ്പോഴും ചെയ്യാറുണ്ട്. അതുപോലെ ഒരു പരിപാടിയാണോ പടച്ചോൻ പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ? ഒരിക്കലും അല്ല. അള്ളാഹു പൊറുക്കും പോലെ നമുക്ക് പൊറുക്കാൻ കഴിയില്ല. പടച്ച റബ്ബ് പൊറുക്കും പോലെ നമുക്ക് പൊറുക്കാൻ കഴിയില്ല. അള്ളാഹു മാപ്പ് കൊടുക്കും പോലെ നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അള്ളാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഈ ഉമ്മത്തിനോട് വിളിച്ചു പറയാൻ പറഞ്ഞ വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. നബിയെ തങ്ങൾ പറയണം, യാ ഇബാദിയ, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളുടെ മേലിൽ അതിക്രമം കാണിച്ചിട്ടുള്ള എല്ലാ വേണ്ടാത്തരങ്ങളും തോന്നിയാസങ്ങളും ജീവിതം പറയാൻ അള്ളാഹ് ഏൽപ്പിക്കാറുതേ. എന്ത് ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെന്നല്ല, അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ഞാനൊരു മഹാപാപിയാണ്, ഇനി എന്റെ പാപം അല്ലാഹ് പുറത്തു തരൂല, അതിനും മാത്രം തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഭൂമിയെങ്കിലും സ്വർഗമാക്കുക, പരലോകത്തെനിക്ക് സ്വർഗമില്ല, തീരുമാനിക്കരുത് കേട്ടോ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത് എന്ന്. നിങ്ങൾ പാപം ചെയ്ത് പാപങ്ങളുടെ, പക്ഷേ പൂർണ്ണവിരാമമായിരിക്കണം തിന്മകളിൽ നിന്ന്. അതാണ് തൗബ. ഇനി ജീവിതത്തിൽ തിരിച്ചു നടക്കൂലേ? അള്ളാഹു എത്ര വലിയ അപാകതയും പൊരുത്തപ്പെടാൻ തയ്യാറാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ. ഞാൻ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നീ അന്നാ പറഞ്ഞ കുത്തുവാക്ക്, അത് വേണമെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു തരാം, അല്ലെങ്കിൽ നീ അന്ന് എന്നെ തല്ലിയത് വേണമെങ്കിൽ പൊരുത്തപ്പെട്ടു തരാം. പക്ഷേ അന്ന് നീ എന്നോട് പറഞ്ഞ ആ കൂർത്ത മുനയുള്ള വാക്ക്, അത് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടൂല. നമ്മളൊക്കെ പലപ്പോഴും ഒരാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യാ?
എഡിറ്റ് ചെയ്തിട്ട് ഏത് പൊരുത്തപ്പെടണം ഏത് പൊരുത്തപ്പെടണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അല്ലാഹു അങ്ങനെയല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, മുഴുവൻ പാപങ്ങളും പൊറുക്കും. എന്താ കാരണം? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കാരണം അല്ലാഹു ഗഫൂറും റഹീമുമാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ തന്നോട് അരുതായ്മ ചെയ്തവരോട് പൊറുക്കാൻ അറിയാവുന്നവനാണ് അല്ലാഹു. അവന് പൊറുക്കാൻ കഴിയല്ലോ, പൊറുക്കാൻ അറിയാവുന്നവന് പൊറുക്കാൻ പറ്റും. അതെ, അർ-റഹീം. തന്റെ കീഴുദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കിട്ടിയാൽ പണിഷ്മെന്റ് കൊടുക്കായിരുന്നു എന്ന് കാത്തു നിൽക്കുന്ന മേലുദ്യോഗസ്ഥന്റെ റോളല്ല അവനുള്ളത്. എന്തെങ്കിലും ഒരു അപാകത കണ്ടു കിട്ടിയാൽ ട്രാൻസ്ഫർ കൊടുക്കാമായിരുന്നു, ട്രാൻസ്ഫർ കൊടുത്ത് പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു, ശിക്ഷ കൊടുക്കാമായിരുന്നു എന്ന് ആലോചിക്കുന്ന മേലധികാരി അല്ല അല്ലാഹു. മറിച്ച് അല്ലാഹു പറയുന്നത്, മക്കളെ, നിങ്ങൾ തിന്മയുടെ ഭാണ്ഡം പേറിയിട്ട് നിങ്ങളുടെ മുതുക് വളഞ്ഞിരിക്കുന്നു. ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ വരല്ല. വന്നാ നിങ്ങളെ നരകത്തിലിട്ട് കരിച്ചു കളയേണ്ടി വരും. അതെനിക്ക് സഹിക്കൂല. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പാപമൊന്ന് പൊറുപ്പിക്കോ. അല്ലാഹു എന്നോട് നിങ്ങളോട് ചോദിക്കുക, പൊറുപ്പിച്ചിട്ടേ നിങ്ങൾ വരാവൂ, എന്നാ എനിക്ക് നിങ്ങളെ സ്വർഗത്തിൽ കടത്താലോ. അല്ലാഹുവിന്റെ നിലപാടതാണ്. അല്ലെങ്കിൽ ഇത് വിളിച്ചു പറയണോ? ഇനി അങ്ങനെ തെറ്റോ കുറ്റോ ചെയ്തവർ സ്വന്തം അഭിപ്രായത്തിൽ അവർ തൗബ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാന്ന് വെച്ചാൽ പോരെ? നബി തങ്ങളോട് പറയാ, നബിയെ, എത്ര വലിയ തിന്മ ചെയ്തവരോടും തങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കണം, മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കാൻ തയ്യാറാണോ അവന് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും എന്ന വിവരം തങ്ങൾ പറഞ്ഞേക്കണം. തങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഞാനും നിങ്ങളൊക്കെ എത്രയോ തവണ കേട്ടതാണ്. 100 ആളെ കൊന്ന മനുഷ്യൻ അല്ലാഹു തൗബ കൊടുത്ത കഥ. ഞാനതിലേക്ക് വരുന്നില്ല. നിങ്ങൾ എത്രയോ തവണ കേട്ട് മടുത്ത ഒരു സംഭവമല്ലേ? പക്ഷേ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടത് തൗബയുടെ മനസ്സിന്റെ പവറാണ്. ആ മനുഷ്യൻ തൗബ ചെയ്തിട്ടില്ല. തൗബ ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല ആളുകൾ പാർക്കുന്ന ഒരു രാജ്യം പറഞ്ഞുകൊടുത്തു. നല്ല മണ്ണും നല്ല കൂട്ടുകെട്ടും വേണം, അവിടെ നന്നായി ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവിടെ പോയിട്ട് തൗബ ചെയ്ത് ശിഷ്ടജീവിതം നന്നാക്കിയെടുക്കൂ, അല്ലാഹു നിനക്ക് പുറത്തു തരും എന്നാണ് അദ്ദേഹം. എനിക്കെന്താ രക്ഷപ്പെടാൻ മാർഗമെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത്, ആ നാട്ടിലേക്ക് നടന്നു. ആ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ആ നാട്ടിലേക്കുള്ള വഴി മധ്യേയാണ് ഈ മനുഷ്യന് മരണം വന്നത്. അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തമ്മിൽ തർക്കിക്കുകയാണ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇന്ന് വരെ വേണ്ടാത്തരം മാത്രം ചെയ്ത 100 മനുഷ്യ മക്കളെ കൊന്നുകളഞ്ഞ ഈ മനുഷ്യനെ ഞങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ, ഇയാളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നു, അല്ല, 100 മനുഷ്യരെ ഇയാൾ കൊന്നിട്ടുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ഇയാൾ തൗബയുടെ മനസ്സുമായിട്ടാണല്ലോ നടന്നു വരുന്നത്. വരുമ്പോഴൊക്കെ റബ്ബേ റബ്ബേ പറ്റിപ്പോയി എന്നൊരു മനസ്സ് അയാൾക്കുണ്ടല്ലോ, തൗബ ചെയ്തിട്ടില്ലല്ലോ, തൗബ ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ എന്ന് മറുപക്ഷം. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 3ാമതൊരാളെ അല്ലാഹു തആല പറഞ്ഞയക്കുകയാണ്. 3ാമതൊരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ച് അവർക്കിടയിൽ മധ്യസ്ഥം വഹിക്കുന്നു, രഞ്ജിപ്പുണ്ടാക്കുന്നു, അവരെ യോജിപ്പിച്ചെടുക്കുന്നു. നിങ്ങൾ തമ്മിൽ തർക്കിക്കേണ്ട, ഞാൻ മദ്യം പറയാം. എങ്ങനെ? 2 നാട്ടിലേക്കുമുള്ള അകലം ഒന്ന് അളന്നു നോക്കാം. ഏത് നാട്ടിലേക്കാണ് ഈ മനുഷ്യൻ അടുത്തു നിൽക്കുന്നത്? അയാൾ യാത്ര പുറപ്പെട്ട നാട്ടിലേക്കോ അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കോ ഇയാൾ കൂടുതൽ അടുത്തു നിൽക്കുന്നത്? അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇയാളെ കൈകാര്യം ചെയ്യാം. സമ്മതിച്ചു, അളന്നു നോക്കി. അപ്പോൾ ഒത്ത നടുക്കാണ് ഇയാൾ കിടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അകലം.
പക്ഷേ നേരെയല്ല വീണ് കിടക്കുന്നത്, നെഞ്ച് ഒരൽപ്പം ഇങ്ങോട്ട് തള്ളിയാ വീണത്. അപ്പൊ ആ നെഞ്ചിൽ നിന്ന് അളന്നു, ഹൃദയമുള്ള നെഞ്ചിൽ നിന്ന് അളവെടുത്തപ്പോൾ ഒരു ചാൺ അപ്പുറത്തേക്കാണ് മുൻഭാഗം നെഞ്ച് തള്ളി വീണത്. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാള് ഏതൊരു രാജ്യം ലക്ഷ്യം വെച്ചാണോ പുറപ്പെടുന്നത് ആ നന്മയുടെ നാട്ടിലേക്ക് അടുത്തു നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് അതേ ഈ മനുഷ്യനെ ഞങ്ങൾ എല്ലിയീനിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇയാളുടെ ആത്മാവിനെ. ആ മദ്യത്തിൽ അദ്ദേഹത്തിന്റെ ആ മദ്യം തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈ രൂപത്തിൽ അല്ലാഹു പാപികൾക്ക് പുറത്തു കൊടുക്കുമെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരോ ഇതുപോലുള്ള തെറ്റ് ചെയ്തോ? ഒരു മനുഷ്യനെ പോലും കൊന്ന മനുഷ്യന്മാർ ഈ കൂട്ടത്തിലുണ്ടാവില്ല. ഒരു മനുഷ്യനെ പോലും ജീവിതത്തിൽ. കാരണം ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണെന്നറിയോ നിങ്ങൾ? അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ദിഹിയത്തുൽ കൽബി മുസ്ലിമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ മുസ്ലിമായി. അങ്ങയുടെ ക്ലാസ്സിൽ വെച്ച് ഞാൻ കേട്ടു, അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ല. മുസ്ലിമാകുന്നതോടുകൂടെ മുമ്പ് വന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊളിച്ചെഴുതും. ഞാൻ കേട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ എല്ലാം അല്ലാഹു പുറത്തു തരും. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ അരുതായ്മ ചെയ്തിട്ടുണ്ട് തങ്ങളെ. എന്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു അരുതായ്മ ചെയ്തിട്ടുണ്ട് തങ്ങളെ. എന്താണ് ആ അരുതായ്മ? ഞാൻ എന്റെ സ്വന്തം ബീജത്തിൽ പറന്ന 70 പെൺമക്കളെ കുടിച്ചു മൂടിയിട്ടുണ്ട്. 70 പെൺമക്കളോ? ഈ മനുഷ്യന് എവിടുന്ന് അയാൾക്ക് ഇത്രയും കൂടുതൽ പെൺകുട്ടികളെ കിട്ടിയത്? ദിഹിയത്തുൽ കൽബിയുടെ ആദ്യകാല ചരിത്രം നിങ്ങൾ അയാൾ 600 തെർലിയത്തെല്ലാം തോന്നണില്ല അല്ലെ അദ്ദേഹത്തിന്റെ സ്വഭാവം കേട്ടിട്ട്. പിന്നെ ആ മനുഷ്യൻ നല്ല സൂപ്പർ മനുഷ്യനായി. സൂപ്പർ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇയാൾ മുസ്ലിമായതിന്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളുടെ അടുത്തേക്ക് വഹയുമായി മനുഷ്യരൂപത്തിൽ വരികയാണെങ്കിൽ ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിലായിരുന്നു ജിബ്രീൽ വന്നിരുന്നത്. അത്രയും കൊള്ളാവുന്ന മനുഷ്യനായി മാറി, അത്രയും നല്ല മനുഷ്യനായി മാറി. തൗബയുടെ പവറാണത്, കേട്ടോളൂ. ഈ മനുഷ്യൻ നബിതങ്ങളോട് ചോദിക്കാൻ, നബിയെ, മുസ്ലിമാകുന്നതോടുകൂടെ ഒക്കെ പൊറുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് പടച്ചോൻ എന്നോട് പൊറുക്കുമെന്ന് എനിക്കറിയില്ല. നബിതങ്ങൾ ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്, അതൊന്ന് പറയോ? അദ്ദേഹം പറയുന്നു, തങ്ങളെ, എന്റെ പണി നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. ഞാനൊരു ഗുണ്ടാ സംഘത്തലവനായിരുന്നു. ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പം സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഞാൻ ആ വീട്ടിലേക്ക് ഹെഡ് ചെയ്ത് കയറി ചെല്ലും. എന്നിട്ട് ഞാൻ അവളുടെ മാതാപിതാക്കളോട്, ആങ്ങളമാരോടൊക്കെ ഞാൻ പറയും, ഇവളെന്റെ ഭാര്യയാണ്, അത് തന്നെ കല്യാണം. അതിനെ എതിർക്കാൻ ഒരു വാപ്പയും ആങ്ങളമാരും മുന്നോട്ട് വരില്ല. വന്നാൽ അവരുടെ എണ്ണം കുറയും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ ചട്ടം പിത്തരം ഇദ്ദേഹം കാണിച്ചിങ്ങനെ ജീവിക്കുക. അപ്പൊ എല്ലാ വളവിലും തിരുവിലും ഇയാൾക്ക് ഭാര്യമാരായിരുന്നു. അയാൾ എവിടെയൊക്കെ കയറും ഇറങ്ങും, കയറും ഇറങ്ങും, ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. അവിടെയൊക്കെ ഇദ്ദേഹത്തിന്റെ ബീജത്തിൽ മക്കൾ ജനിക്കുകയാണ്. ചോദ്യം ചെയ്യാൻ ഒരു വാപ്പക്കും ഒരു കയ്യൂക്കുള്ള ആങ്ങളക്കും കഴിയുന്നില്ല. കാരണം 600ഓളം ഗുണ്ടാ സംഘങ്ങൾ ഇപ്പുറത്തുണ്ട്. ഇയാൾ ഇസ്ലാമിലേക്ക് വരിക തിരുനബിയുടെ പ്രാർത്ഥനയാണ് അയാൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണം. ഇയാളുടെ ഈ വേണ്ടാത്തരം കണ്ട് മടുത്തപ്പോൾ റസൂലുള്ള പറഞ്ഞു, പടച്ചോനെ, ഇതൊരു നല്ലതിനു വേണ്ടിയാണ് ഇയാളുടെ ഈ ശക്തി ഇയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചോനെ, അദ്ദേഹത്തിന് നീ ഹിദായത്ത് കൊടുത്താൽ. അള്ളാഹു കൊണ്ട് കൊടുത്തു. കയറി വന്ന് മുസ്ലിമായി. അദ്ദേഹം ചോദിച്ചു, നബിയെ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ ജീവിതത്തില് ഞാൻ ഈ ചെയ്ത തെറ്റ് പടച്ചോൻ പൊറുക്കോ? ആൺകുട്ടികളെ മാത്രമേ ഞാൻ വെച്ചേക്കൂ, പെൺകുട്ടികളെ മുഴുവനും കൊന്നു കുഴിച്ചു മൂടും. കാരണം
അത് അറബികളുടെ സംസ്കാരമാണ്. പെൺകുഞ്ഞ് ജനിച്ചാൽ കുഴിച്ചു മൂടുക എന്നത് അറബികളുടെ സംസ്കാരമാണ്. അതുകൊണ്ട് ഞാൻ 70 പെൺമക്കളെ കൊന്നിട്ടുണ്ട്, എനിക്ക് മാപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറയണം? ഇത് പറയാനാ ഞാൻ പറഞ്ഞത്. ഞാൻ ദഹിയത്തുൽ ഖൽബിയുടെ കഥ പറയല്ല, അതൊരു നീണ്ട കഥയാണ്. ആ കഥ ഞാൻ വിശാലമായി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിക്കുമ്പോ തങ്ങൾ എന്തു പറയണം? നിങ്ങളോട് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ഉസൂല് പഠിച്ച നിങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നുള്ളത് തന്നെ മറുപടി അല്ലേ? മുസ്ലിം ആയാൽ അതിന്റെ മുമ്പ് വന്ന മുഴുവൻ അപാകതകളും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷെ ഈ പൊതു ഉസൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ നിയമങ്ങള്, ഇത് വെച്ചിട്ട് റസൂലുള്ളാഹി പൊറുക്കും എന്നല്ല പറഞ്ഞത്, ഞാൻ ആലോചിക്കട്ടെ എന്നാ റസൂലുള്ള പറഞ്ഞത്. അള്ളാഹു ഈ കാര്യത്തിൽ എന്താ തീരുമാനം തരാൻ നോക്കട്ടെ. കാരണം അത്രയും വെറുപ്പായിരുന്നു റസൂലുള്ളാഹിക്ക് ഒരു മനുഷ്യനെ കൊല്ലാന്ന് പറഞ്ഞത്. ഇനി വേറെ ഒരു സംഭവം. എന്നിട്ട് അള്ളാഹു തആല ഉടനെ തന്നെ വഹിയിറക്കി. നബി അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, ആ വിവരം പറയണം. അതൊക്കെ അതിന്റെ തുടർക്കഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ കഥ പറയലല്ല എന്റെ ലക്ഷ്യം. തൊട്ടടുത്ത് മറ്റൊരു സംഭവം, സഅദ് ഇബ്നു നാജിയ റളിയല്ലാഹു അൻഹു. ഈ സഅദ് ഇബ്നു നാജിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, ഇദ്ദേഹത്തിന്റെ പരിപാടി എന്തായിരുന്നു? അറബികൾക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചാ കുഴിച്ചു മൂടുക. ഇയാൾക്കാണെങ്കിലോ മനുഷ്യപ്പറ്റ് തകരാത്ത ഒരു മനുഷ്യനാണ്. സഅദ് ഇബ്നു നാജിയ ഡാർക്ക് ഏജ് യുഗത്തിൽ ജീവിച്ച, മനസ്സ് മരവിച്ചു പോയ അറബികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഇദ്ദേഹത്തിന് അലിവ് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ആർദ്രതയുണ്ട്. ആ മനുഷ്യൻ എവിടെയെങ്കിലും ഒരു പെൺകുഞ്ഞ് കുഴിച്ചു മൂടപ്പെടുന്നു എന്ന് കേട്ടാൽ അവിടെ ചെന്ന് ആരോഗ്യകരമായ ഇടപെടലുകൾ നടത്തും. ഓരോരുത്തരുടെയും പറമ്പിൽ പുതിയ കുഴികൾ പൊങ്ങിയാൽ ഉറപ്പാണ് അയാളുടെ ഭാര്യ ഗർഭിണിയാണോ. പ്രസവിച്ചാൽ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ആരും അറിയാതെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടാൻ റെഡിയാക്കി വെച്ചിരിക്കുക കുഴി. അപ്പൊ ഇടയ്ക്കിടെ ഈ കുഴിയുടെ അടുത്ത് വന്നു പോകുന്ന ആളാരാന്നിങ്ങനെ വീക്ഷിച്ച് നടക്കും. പുതിയ ഒരു കുഴി കണ്ടാൽ ആ കുഴി അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകും. സഅദ് ഇബ്നു നാജിയ അങ്ങനെ ഈ കുഴിയുടെ ഉടമയെ കണ്ടാൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആ കൊച്ചു കുട്ടിയെ കൊല്ലുന്നത്? നിങ്ങൾ ആ മോളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ, അതിനല്ലേ ഈ കുഴി കുത്തിവെച്ചത്? എന്താ നിങ്ങൾക്കുള്ള പ്രശ്നം? നിങ്ങളോട് ആ കുഞ്ഞെന്തോ ദ്രോഹം ചെയ്തോ? എന്തു തെറ്റാണ് ആ കൊച്ചു ബാലിക നിങ്ങളോട് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കൊല്ലുന്നത്? ഒന്നുമല്ല, ഞാനൊരു പെൺപിള്ളയുടെ ഉപ്പയാണ് എന്ന് ലോകത്തറിയരുത്. അവള് പുറത്തേക്കിറങ്ങി കളിച്ച് ഓടിച്ചാടാൻ പ്രായമായാൽ ഞാനൊരു പെൺകുട്ടിയുടെ ഉപ്പയാണെന്ന് മാലോകരറിയില്ലേ? അതെനിക്ക് സഹിക്കൂല. അല്ലാതെ ആ കുഞ്ഞിനെ കൊന്നുകളയുന്നതിൽ ഇയാൾക്കും വിഷമമുണ്ട്. അപ്പോൾ സഅദ് ഇബ്നു നാജിയ പറയുമത്രേ, എന്ത്? നിങ്ങളൊട്ടും വിഷമിക്കണ്ട ഉപ്പ. ഇങ്ങനെ ഒരു വിശാലമായ അമ്മത്തൊട്ടിൽ നടത്തിയിരുന്നു ആര്? സഅദ് ഇബ്നു നാജിയ. ഇന്ന് അഡ്രസ് ഇല്ലാത്ത മക്കളെ എടുത്ത് പോറ്റി വളർത്തുന്ന അമ്മത്തൊട്ടിലുകൾ നമ്മൾ കാണാറുണ്ട്. ഹോസ്പിറ്റലുകളുടെയും മറ്റുമൊക്കെ പരിസരത്തായി പ്രവർത്തിച്ചു വരാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ ഒരു അമ്മത്തൊട്ടിൽ അന്ന് നടത്തിയിരുന്ന ആളാണ് സഅദ് ഇബ്നു നാജിയ. ആ സഅദ് നബിയോട് ചോദിക്കുകയാണ്, നബിയെ, തങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വിഷയം പറഞ്ഞു. അതെന്താ? ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഗുണത്തിന് പ്രതിഫലമില്ല. ഈമാൻ ഷർത്താണ് കൂലി കിട്ടണമെങ്കിൽ. നമ്മൾ നിസ്കരിച്ചതിനും നോമ്പുവച്ചതിനും ഈമാനില്ലാതെ ലക്ഷങ്ങളുടെ നമ്മുടെ വിശ്വാസം ആഖിറത്തിൽ അവർക്കൊന്നും കിട്ടൂല. ഇവിടെ വേണമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യാൻ നല്ല ചെയ്യിക്കാതിരിക്കും. പക്ഷെ നാളെ ആഖിറത്തിൽ അവർക്ക് ഒരു കൂലിയും കിട്ടുകയില്ല.
നബിതങ്ങൾ ഈ ക്ലാസ്സാണ്, അന്നത്തെ ക്ലാസ്സിൽ ഈ വിഷയമാണ് അവതരിപ്പിച്ചത്. ഈമാനില്ലാതെ ജാഹിലിയ്യ കാലത്ത് നിങ്ങൾ ചെയ്ത ഒരു നന്മക്കും കൂലി കിട്ടൂല. നന്മക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാൻ ശർത്താൻ. ഉടനെ തന്നെ സഅദ് ഇബ്നു നാജിയ പറഞ്ഞു, നബിയേ, ജാഹിലിയ്യ കാലത്ത് ഞാനൊരു പണി ചെയ്തിട്ടുണ്ട്, അതിനെനിക്ക് കൂലി കിട്ടുവോ കിട്ടൂലേ എന്ന് പറഞ്ഞു തരണം. നബി തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്ത പണി, കേൾക്കട്ടെ. എന്തായാലും പ്രതിഫലം കിട്ടൂല എന്നാണ് പൊതു നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു വെച്ചു. സഅദയോട് ചോദിച്ചു, നിങ്ങൾ ചെയ്ത പണി എന്താ? നബിയെ, തങ്ങൾക്കറിയാലോ, ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജുഹുഹു മുസ്വദ്ദാ. അറബികളുടെ സ്വഭാവം, പെൺകുഞ്ഞാണ് ജനിച്ചതെന്നറിഞ്ഞാൽ മുഖം കറുത്തുപോകും, ദുഃഖം മുഖത്ത് തളം കെട്ടും. എന്നിട്ട് അവനിങ്ങനെ ചിന്തിക്കും, കുറെ മാനസിക സംഘർഷത്തിൽ അയാൾ കഴിയും. അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ഒരു പെൺകുഞ്ഞിന്റെ വാപ്പയാണെന്ന മാനക്കേട് സഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ പോറ്റി വളർത്തണോ, അതോ ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ നിഷ്കരുണം ആ കുഞ്ഞിനെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണോ? ഇത് ഖുർആൻ പറഞ്ഞതാ. അവരുടെ സ്വഭാവതായിരുന്നു. ഇതല്ലായിരുന്നോ നബിയെ നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ, നമ്മുടെ ജാഹിലിയ്യത്തിൽ നമ്മുടെ അവസ്ഥ? എങ്കിൽ ആ കാലഘട്ടത്തിലും എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇടപെട്ടുകൊണ്ട് 500ഓളം വരുന്ന കുഞ്ഞുങ്ങളെ, സഅദ് ഇബ്നു നാജിയ പറയാൻ, 500ഓളം വരുന്ന കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ തന്നെ മനഃപൂർവ്വം പറഞ്ഞതാണ്. അന്നത്തെ ഒരമ്മ തൊട്ടിൽ നിന്ന്, അല്ലെ, അത് പറയാൻ മാത്രം വകുപ്പുണ്ട്. 500ഓളം വരുന്ന കുട്ടികളെ കുഴിവക്കത്ത് നിന്ന് കൊല്ലാൻ കൊണ്ടുപോകുമ്പോ ഞാൻ വാങ്ങിയിട്ട് രക്ഷിച്ചിട്ടുണ്ട് തങ്ങളെ. ഇതിന് അല്ലാഹു എനിക്ക് പ്രതിഫലം തരൂലേ തങ്ങളെ? ഹബീബായ റസൂലുള്ളാഹിയുടെ മറുപടി, പൊതു നിയമമനുസരിച്ച് നേരത്തെ പറഞ്ഞ പൊതു നിയമത്തിൽ നിന്ന് ഇത് ഒഴിവല്ല. നബിതങ്ങൾ പറയേണ്ടതെന്താണ്? അതിനും പ്രതിഫലം കിട്ടൂല. പക്ഷേ നബിതങ്ങൾ പറഞ്ഞു, ഓ പൊതു നിയമം കിട്ടില്ല എന്നാണ്. പക്ഷേ നീ ഈ ചെയ്ത സേവനത്തിന് പ്രതിഫലം അല്ലാഹുവിനോട് ആഖിറത്തിൽ വാങ്ങിത്തരുന്ന കാര്യം മുഹമ്മദ് ഏറ്റിരിക്കുന്നു. സഅദ് ഇബ്നു നാജിയയോട് നബിതങ്ങൾ പറഞ്ഞത് ജീവസ്നേഹമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ജീവൻ രക്ഷിച്ചതിനോടുള്ള സ്നേഹമാണ്. നബിതങ്ങൾ പൊതു നിയമം തിരുത്തിക്കൊണ്ടാ സംസാരിക്കുന്നത്. നിനക്ക് കൂലി വാങ്ങിത്തരുന്ന കാര്യം ഞാൻ ഏറ്റവും. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അത് പറയാം മൂപ്പരാരാന്ന് ചോദിക്കണേ, അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ മൂപ്പര് എന്ന് വിളിക്കാനൊന്നും ഓൽക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ഓല് മനസ്സിലാക്കിയത് അങ്ങനെയാണല്ലോ. അത് അള്ളാഹു തീരുമാനിക്കേണ്ടതല്ലേ? സാധുക്കള് കൂടുതൽ അതേക്കുറിച്ച് പറയണ്ട, നമുക്ക് നമ്മുടെ വിഷയം പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലേ പോകുള്ളൂ. അള്ളാഹു മുത്തുനബിയുടെ തൃപ്തിയിലും പൊരുത്തത്തിലേ പോകൂ. അതെവിടെ ഏറ്റുമുട്ടൂല. അത് മനസ്സിലാക്കുമ്പോഴേ ഈമാൻ പൂർത്തിയാവൂ. ഒറ്റ വാക്ക് പറയാം, അത് മനസ്സിലാക്കിയെങ്കിലേ അവന്റെ ഈമാൻ പൂർണ്ണാകൂ. അല്ലാത്ത ഈമാനുകളൊക്കെ കണ്ടം വെച്ച ഈമാനാണ്, സംശയിക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ട് പറയുന്നത് നോക്കുങ്ങൾ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരു ജീവൻ രക്ഷിക്കുന്നതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാടാണ് ഈ പറഞ്ഞു തന്നത്. ഇത്രയും ഗൗരവമുള്ളതാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്, ഒരാളെ രക്ഷിക്കുക എന്ന് പറഞ്ഞത്. എന്നിട്ട് 100 ആളെ കൊന്ന മനുഷ്യൻ അല്ലാഹു തൗബ കൊടുത്തു എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ്, എത്രയാണ് മഗ്ഫിറത്തിന്റെ വലുപ്പം? ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. തൗബ ചെയ്താൽ അല്ലാഹു തആല പൊറുക്കും. എത്ര വലിയ പാപിയായാലും അല്ലാഹു പൊറുത്തു തരും. ഈ പ്രതീക്ഷ വലിയ ഒരു വിഷയമാണ്. ഇതാണ് ഒരു മഹാൻ പാടിയത്. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പാടി. അതിന്റെ അർത്ഥം ഒന്ന് പറയാം. ജസ്റ്റ് യാ റബ്ബി ഇന്നദുമത് ദുനൂബി കസറതൻ. പടച്ചവനെ, എന്റെ പാപങ്ങൾ കുന്നുകൂടിയ പാപങ്ങളാണ്.
അത് എണ്ണിക്കണക്കാക്കാൻ പറ്റുന്നതല്ല. ധാരാളം പാപങ്ങൾ എനിക്കുണ്ടെങ്കിലും ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅ്ളമു, എന്റെ പാപം വലുതാണെങ്കിലും നിന്റെ മാപ്പും വലുതാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ പാപം വലുതാണ്, പക്ഷേ നിന്റെ മാപ്പ് അതിലേറെ വലുതാണ്. നിനക്ക് പുറത്തു തരാൻ കഴിയാത്ത ഒരു കേസുമില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു, നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നല്ല മനുഷ്യർക്കല്ലാതെ പറ്റാത്ത ഒരവസ്ഥയാണുള്ളതെങ്കിൽ, ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു, നല്ല മനുഷ്യന്മാർക്കല്ലാതെ നിന്നെ പ്രതീക്ഷിക്കാൻ പറ്റൂല, നിന്നിൽ പ്രതീക്ഷ വെക്കാൻ പറ്റൂല എന്നതായിരുന്നു നിയമമെങ്കിൽ ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമു, പിന്നെ ഏത് തമ്പുരാനെയാണ് കുറ്റവാളികൾക്ക് മോഹിക്കാനും ആഗ്രഹിക്കാനുമുള്ളത്? ഏത് റബ്ബിനോടാണ് അവർക്ക് ദുആ ചെയ്യാനുള്ളത്? എന്നെ പോലത്തെ കുറ്റവാളികൾക്കും പ്രാർത്ഥിക്കാൻ ഒരു റബ്ബ് വേണ്ടേ? അതുകൊണ്ട് നീ നല്ലവരെ മാത്രമല്ല കേൾക്കുക, എന്നെ പോലെയുള്ള പാപികളെയും നീ കേൾക്കും. ഇന്ന് നന്നാകാൻ റെഡിയാണോ? നീ അപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ് റബ്ബേ. തൗബ ചെയ്യുമ്പോൾ പാടിയതാണ് ഒരു മഹാൻ, മാലീലൈക വസീലത്തുൻ ഇല്ലർ റജാ. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു മാർഗം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ, നിന്നിലേക്ക് നല്ല പ്രതീക്ഷ മാത്രം അർപ്പിക്കുന്നു. നീ എന്നെ തട്ടൂല എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് റബ്ബേ, അതിനപ്പുറത്തും എനിക്കൊന്നുമില്ല. ആ ഒരു ഉറപ്പിലാണ് വജമീലു അഫ്വിക്, നിന്റെ ആ സുന്ദരമായ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതിനപ്പുറത്തൊന്നുമില്ല. സുമ്മ ഇന്നീ മുസ്ലിമു, പിന്നെ ഞാൻ നിസ്കരിച്ചും നോമ്പുനോറ്റും ഖുർആനോദിയും നിന്നെ അനുസരിച്ച് നടക്കുന്ന ഒന്നാം തരം ഒരു മുസ്ലിമാണ്. എന്നിൽ നിന്ന് വരുന്ന തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരും എന്നെനിക്ക് ഉറപ്പുണ്ട് റബ്ബേ. ഒരു മഹാൻ പാടിയതാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ പാടുന്നതിനൊക്കെ അർത്ഥങ്ങൾ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എത്ര വലിയ പാപവും അല്ലാഹു പൊറുക്കും കേട്ടോ, എത്ര വലിയ പാപവും എന്ന് കരുതി വഞ്ചിക്കപ്പെടരുത്. എന്തേ ഞാൻ അങ്ങനെ പറയാൻ കാരണം? അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ 100 ആളെ കൊന്ന ആൾക്ക് തൗബണ്ട് എന്ന് പറയണ ഈ വയലുകൾ നിർത്തിയെങ്കിലേ മനുഷ്യന്മാർ നന്നാവുള്ളൂ കേട്ടോ പറഞ്ഞു. എന്നോട് പറഞ്ഞതല്ല, വേറുള്ളവര് വയൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് അയാൾ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞതല്ല. ഉസ്താദുമാര് പണ്ടേ പറഞ്ഞു തരുന്ന സംഗതി, ആ 100 ആളെ കൊന്നവർക്ക് തൗബണ്ട്, അത്ര വലിയ തെറ്റ് ലോകത്തൊരാളും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും തൗബണ്ട് എന്ന് വിചാരിച്ച് ജനങ്ങൾ തെറ്റിങ്ങനെ ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞത്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗാഫിറാണ്, അല്ല ഗഫൂറാണ്, അതുമല്ല അല്ലാഹു ഗഫാറാണ്. അള്ളാഹുവിന് 3 പേരുകളാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയത്, ഒറ്റ അർത്ഥത്തിൽ 3 പേരുകൾ, ഗാഫിർ, ഗഫൂർ, ഗഫാർ. ഇമാം മൊസാലി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അൽ ഗാഫിറു അല്ലദീ യഗ്ഫിറു ബഅദ ദുനൂബ്, ഭാഗികമായി പാപം പൊറുക്കുന്നവനാണ് ഗാഫിർ. അൽ ഗഫൂർ അല്ലദീ യഗ്ഫിറു ദുനൂബ ജമീഅൻ, മുഴുവൻ തെറ്റുകളും പൊറുക്കുന്നവനാണ് ഗഫൂർ. ഗാഫിറിനേക്കാൾ ഒരു അക്ഷരം കൂടുമല്ലോ ഗഫൂറിൽ, അല്ലെങ്കിൽ അതിന്റെ ശൈലിക്ക് മാറ്റമുണ്ട്. അറബി അറിയുന്നവർക്കേ അത് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഗാഫിർ എന്നതിന്റെ അർത്ഥം പോരാ ഗഫൂറിന്, അതിനൊന്നും കൂടെ ശക്തി കിട്ടണം, അതിനേക്കാൾ ഒന്നും കൂടെ ശക്തി കിട്ടണം ഗഫാർ എന്ന പദത്തിൽ. അതെന്താ? എല്ലാം പൊറുക്കും, എത്ര വട്ടവും പൊറുക്കും. ഇമാം മസാലി അങ്ങനെയാണ് എഴുതിയത്. ഗഫാർ എന്ന് പറഞ്ഞാൽ എത്ര വട്ടവും പൊറുക്കും. അപ്പൊ വീണ്ടും വീണ്ടും എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കും. നസൂഹായ തൗബ ചെയ്താൽ ആ മനുഷ്യനോട് അല്ലാഹു പൊറുക്കും എന്ന കാര്യം ഉറപ്പാണ്, അതിലൊരു സംശയവും വേണ്ട. മനുഷ്യന്മാരുടെ കൂട്ടത്തില് ലാലിമുമുണ്ട്, ലലൂമുമുണ്ട്, ലല്ലാമുമുണ്ട്. അക്രമിയുണ്ട്, അതിക്രമിയുണ്ട്, പരാക്രമിയുണ്ട്. അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് അക്രമം പ്രവർത്തിച്ചവർ അക്രമിയുണ്ട്, അതിക്രമിയുണ്ട്, പരാക്രമിയുണ്ട്. അക്രമിക്ക്, ലാലിമായ അക്രമിക്ക് പൊറുക്കാൻ ഗാഫിറായ അള്ളാഹു,
അതിക്രമിയായ വലൂമിന് പൊറുക്കാൻ ഗഫൂറായ അല്ലാഹു, പരാക്രമിയായ വല്ലാമിനോട് പൊറുക്കാൻ ഗഫാറായ അല്ലാഹു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്തിനു പേടിക്കണം? തൗബ അങ്ങോട്ട് ചെയ്യാൻ റെഡിയാണോ, അള്ളാഹു പുറത്തു തരാൻ റെഡിയാണോ? പക്ഷെ പിന്നെ തിരിച്ചു നടക്കൂല എന്നൊരു ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പെടുത്തിട്ട് തൗബ ചെയ്തതാ, വീണ്ടും തിരിച്ചു നടന്നു, തിന്മയിലേക്ക് തന്നെ തിരിച്ചു നടന്നു. പക്ഷെ പിന്നെയും അയാൾക്ക് കുറ്റബോധം തോന്നി, നസൂഹായ തൗബ അങ്ങ് ചെയ്തു. എന്നാൽ അള്ളാഹു വീണ്ടും പൊറുക്കൂല എന്ന് പറയാൻ പറ്റുമോ? പൊറുക്കും. ഇനി തിന്മയിലേക്ക് നടക്കരുത്. അവസാനം നസൂഹായ തൗബ ചെയ്തിട്ടാണ് ആ മനുഷ്യൻ മരിച്ചതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്ന. പക്ഷേ ഇതിൽ വഞ്ചിതരാവരുത്. ഇത് കരുതി തെറ്റുകുറ്റങ്ങള് നമ്മൾ ഒരു കാരണവശാലും ഉണ്ടാക്കി വെക്കാൻ പാടില്ല. കാരണം നമ്മൾ അറിയാതെ വന്നു പോകുന്നത് തന്നെ പൊറുപ്പിക്കാൻ മാത്രമുണ്ട്, അല്ലേ? ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊന്ന് എണ്ണി നോക്കണ്ട, അപ്പൊ തിരിയും. അതിനനുസരിച്ച് നമ്മൾ അസ്തഗ്ഫിറുല്ലഹ് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് പാപം പൊറുപ്പിക്കണല്ലോ എന്ന് കരുതിയിട്ട് പാപം ചെയ്യണ്ട. മഞ്ചേരിയിൽ നിന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, തങ്ങൾ വയല് പറയുമ്പോ, ഉസ്താദ് വയല് പറയുമ്പോ, നിങ്ങൾ വയല് പറയുമ്പോ ഇന്നൊന്ന് പറയണം. എന്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി നല്ല നിസ്കാരമുള്ള മനുഷ്യനാണ്, സ്വതക്കയും ദാനവും ഒക്കെ ഉള്ള മനുഷ്യനാണ്, ദീനി ചിട്ടയിൽ നടക്കുന്ന മനുഷ്യനാണ്. പക്ഷെ പണക്കാരിൽ ചില പണക്കാർക്കുള്ള 1-2 രോഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചില പണക്കാർ, അങ്ങനെ തന്നെ പറഞ്ഞത്, ചില പണക്കാർക്കുള്ള രോഗങ്ങൾ. അതൊന്ന് അയാൾ പറഞ്ഞു, പുതിയ പുതിയ കുപ്പി ഇടക്കൊന്ന് പൊട്ടിച്ചു നോക്കുക. 2, സാധാരണ കിലുങ്ങുന്ന വളയുടെ ശബ്ദം കേട്ടാൽ പോരാ, പുതിയ വള കിലുക്കണം. ഇതാണ് ഇയാളുടെ പ്രശ്നം. ഈ 2 വിഷയമാണ് ഇയാളുടെ പ്രശ്നം. ഇത് ചുരുക്കം ചില മുതലാളിമാർക്കുള്ള വീക്ക്നെസ്സുകളാണ്. ചുരുക്കി പറഞ്ഞാൽ മദ്യപാനവും വ്യഭിചാരവും. ഇതാണ് ഇയാളുടെ ഏറ്റവും വൃത്തികെട്ട ഏർപ്പാട്. അത് ഇടയ്ക്കിടെ ഇയാളിൽ നിന്നുണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഇദ്ദേഹം പറയാ, പാർട്ട്ണറായ ഇദ്ദേഹം അയാളുടെ പാർട്ട്ണറോട് ചോദിച്ചു, മോനെ, ഇത്രയൊക്കെ സംഭാവന കൊടുക്കുന്ന, നല്ല സദസ്സുകൾ തേടി പോകുന്ന, നിസ്കാരവും നോമ്പും ഒക്കെ ആയി നടക്കുന്ന നിങ്ങള് ഈ വേണ്ടാത്തരം ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോ അയാൾ എന്നോട് മറുപടി പറഞ്ഞു, ഉസ്താദേ, അടുത്ത മാസവും സ്വലാത്ത് മജ്ലിസ് വരുന്നില്ലേ, അന്ന് പൊറുപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എന്താ പറഞ്ഞു? ഇത് അപകടമാണ്. അടുത്ത മാസം സ്വലാത്ത് മജ്ലിസിന് പോകുമ്പോ തൗബ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട ജീവിതത്തില്. ഇത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെക്കണ്ട. അഡ്വാൻസ് ആയിട്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാം, ഇത് വേണ്ട. അത് നമ്മൾ അറിയാതെ തന്നെ ജീവിതത്തിൽ വന്നു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യാൻ അവസരം കിട്ടുമെന്ന് ആരാ കണ്ടത്? ചെയ്ത തൗബ നസൂഹാകുമെന്ന് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ഒറ്റ തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ ചെയ്യരുത്. വന്നുപോയത് എത്ര ഭീമാകാരമുള്ള തെറ്റാണെങ്കിലും പേടിക്കണ്ട മക്കളെ. ഞാൻ നരകത്തിന്റെ വിറകാണെന്ന് തീരുമാനിച്ച് ഇനി ഈ ഭൂമി സ്വർഗമാക്കട്ടെ എന്ന് ചിന്തിക്കണ്ട. വേഗം മടങ്ങിക്കോ, റബ്ബ് നിങ്ങളെ സ്വീകരിക്കും കേട്ടോ. റബ്ബ് നിങ്ങളെ സ്വീകരിക്കും, സംശയിക്കണ്ട. അതിന് പറ്റിയ ഒന്നാന്തരം 10 നടുവിലത്തെ 10 വരുന്നത്. നോമ്പ് 11ാമത്തെ രാവ് മുതൽ തുടങ്ങിക്കോ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അതെണ്ണിക്കണക്കാക്കി ചൊല്ലണ്ട. നിങ്ങളെ ജീവിതത്തിൽ എത്ര വട്ടം നിങ്ങൾക്ക് ആ 10 ദിവസം കൊണ്ട് ചൊല്ലാൻ പറ്റോ അത്രയും തവണ നിങ്ങൾ ചൊല്ലണം മുഅ്മിനീങ്ങളെ. അത്രയും തവണ നിങ്ങൾ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നടുവിലത്തെ 10 മഗ്ഫിറത്തിന്റെ 10 അതുകൊണ്ട് പാപം പൊറുക്കണേ എന്ന് പ്രത്യേകം ഒരു ദിക്ർ നമ്മൾ ചൊല്ലി വരുന്നു. എന്നാ നബി തങ്ങൾ പറഞ്ഞു, റമദാനിന്റെ 30 ദിനരാത്രങ്ങളും, റമദാനിന്റെ നീണ്ട 30 ദിനരാത്രങ്ങൾ മുഴുവനും ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ
ഇന്നലെ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച ആ സുദീർഘമായ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് നബി തങ്ങൾ പറഞ്ഞു, ഫസ്തക്തിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കണം. പോരാ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വേണം. ഇത് റമദാനിന്റെ 30 ദിവസവും നമ്മൾ നടത്തേണ്ടതാണ്. ഞാൻ മഗ്ഫിറത്തിന്റെ 10 എന്ന് വേർതിരിച്ചു പറഞ്ഞപ്പൻ രണ്ടാമത്തെ 10 പറഞ്ഞതാണ്. 30 ദിവസവും ദ്വാരക്കാൻ നബി പഠിപ്പിക്കാൻ 2 കാര്യം നിങ്ങളെ റബ്ബിനേറെ ഇഷ്ടമാണ്. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാ. 2 കാര്യം അത് ചോദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നിവൃത്തിയുമില്ല. ഖസ്ലതാനി ലാ ഗിനാ ലക്കും അൻഹുമാ, 2 കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ലാ ഗിനാ ലക്കും അൻഹുമാ. ഏതാണ് ആ കാര്യങ്ങൾ? ഒന്ന് സ്വർഗം ചോദിക്കുക, നരകത്തെ തൊട്ട് അഭയം തേടുക. അത് നാളത്തെ പ്രഭാഷണ വിഷയമാണ്. നരകത്തിന്റെ ഭീകരമായ ചിത്രം പറഞ്ഞ് പേടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സ് പിരിയണം. ഇൻഷാ അല്ലാഹ് നാളെ പറയാം നരകമോചനം. ഏതാവട്ടെ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്നിട്ട് നമ്മൾ എത്ര അധികരിപ്പിക്കുന്നുണ്ട് ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ദിക്റാണ് ഇപ്പൊ നമ്മൾ ഈ ചൊല്ലി വരുന്നത്. മാസം കണ്ട് കണ്ടോലോ എന്ന് പറഞ്ഞാൽ, മാസം കണ്ടു എന്നുള്ള വിവരം കിട്ടിയാൽ പള്ളി മുനാരത്തിൽ നിന്ന് പൊങ്ങിക്കേട്ടു, ഉയർന്നു കേട്ടു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ദിക്ർ ചൊല്ലേണ്ടത് എത്ര തവണയാ? നബി തങ്ങളുടെ കൽപ്പന ഫസ്തക്സിറൂ, നിങ്ങൾ അധികരിപ്പിച്ചു ചൊല്ലണം. ഇത് കുറച്ചൊന്നും ചൊല്ലിയാ പോരാ, കൂടുതൽ ചൊല്ലാൻ പറ്റിയാൽ അത്രത്തോളം ഖൈറാണ്. നമ്മൾ എത്ര ചൊല്ലുന്നുണ്ട്? ഫസ്തക്സിറൂ ഇല്ല. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു 10,000 തവണയൊക്കെ റമദാനിൽ ഇത് ചൊല്ലുന്നുണ്ടോ ആവോ? നമ്മളെ കൂട്ടി നോക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിന്റെ ദയനീയമായ അവസ്ഥ കണ്ടത്. നിങ്ങൾക്ക് തോന്നില്ലേ ഒരു 10,000 വട്ടമൊക്കെ ആകുന്നുണ്ടാവുന്നു? റമദാൻ 30 ദിവസമേ. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ 10,000 വട്ടമൊക്കെ എന്തായാലും ഉണ്ടാവും ഉസ്താദെ. കാരണം ദുഹുർക്കും ചെല്ലണ്, അസർക്കും ചെല്ലണ്, മഗ്രിബിനും ചെല്ലണ്, ഇശാവിനും ചെല്ലണ്, സുബഹിക്കും ചെല്ലണം. തറാവീഹിന് 4 റക്അത്ത് കൂടുമ്പോ ഒക്കെ ചെല്ലണ് അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ കണക്കൂട്ടുമ്പോൾ 30 ദിവസം ചെല്ലുമ്പോ എത്ര ഉണ്ടാവും? 10,000 ഒക്കെ എന്തായാലും ആവും. ഇല്ല, 1000 പോലും ആകുന്നില്ല. സത്യതാണ്. നിസ്കാരത്തിന്റെ ശേഷം ഒരു 3 വട്ടം ചൊല്ലി നിർത്തേണ്ടതല്ല. നിസ്കാരത്തിന്റെ ശേഷം ഏതായാലും ചൊല്ലുക. നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആ സമയത്ത് ചൊല്ലണ്ട എന്ന് പറയുന്നത് അക്രമമാണ്. അപ്പോൾ എന്തായാലും ചൊല്ലണം. പക്ഷെ അവിടെ നിർത്തല്ലേ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇത് ചൊല്ലണം. നിങ്ങളിപ്പോ എത്ര തവണ ചൊല്ലുന്നുണ്ട് എന്നാ കണക്ക് കൂട്ടി വെച്ചത്? ഒന്ന് കൂട്ടി നോക്ക്. 5 വഖത്ത് നിസ്കാരം, 3 തവണ 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ഇത് ചൊല്ലും. അപ്പൊ 3 15. തറാവീഹ് നിസ്കാരങ്ങളിൽ ഓരോ തർവീഹത്തുകളിലും 4 റക്അത്തുകളിൽ ഒന്ന് വിശ്രമിക്കും. അതുകൊണ്ട് ആ തറാവീഹ് എന്നതിന് പേര് വന്നത്. സ്വലാത്തും ദിക്റുമൊക്കെ ചൊല്ലിയിട്ടൊന്ന് വിശ്രമിക്കും. അപ്പോ ആ ഓരോ തർവീഹത്തുകളിലും നമ്മൾ ഒരു 3 വട്ടം അപ്പോഴും ചൊല്ലാറുണ്ട്. അങ്ങനെ 4 20, അങ്ങനെയൊരു 4, 3 15. 15 15 30. ഒരു ദിവസം ചെല്ലണതാ അത്. നമുക്ക് തോന്നി ഒരുപാടുണ്ട്. 30 തവണ. 30 × 30 എത്ര? 900 തവണ. ഇതാർക്കാ കിട്ടുന്നത് അറിയോ? റമദാൻ 30 ദിവസവും 5 വഖത്തും ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇമാമ് മറക്കും ചെയ്യരുത് അല്ലേ? ഇമാമ് ചെല്ലാൻ മറന്നാ പിന്നെ നമ്മൾ ചെല്ലലില്ലല്ലേ? ഇമാമ് മറന്നു എന്നാലും ഞാൻ ചെല്ലട്ടെ എന്നില്ല. ചെല്ലാൻ ഞാൻ ലാഭം എന്ന് കരുതിയിട്ട് നമ്മൾ എഴുന്നേറ്റ് പോരുക.
ഇതിന്റെ ഗൗരവം ചിന്തിക്കാനാണ് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളോട് പറയുന്നത്. ജമാഅത്തായി നിസ്കരിക്കുകയും ഇമാമ് മറക്കാതിരിക്കുകയും ചെയ്താൽ കിട്ടുന്ന കണക്കാണ്. കഴിഞ്ഞില്ല. തറാവീഹ് നിസ്കാരത്തിലൊക്കെ സുബ്ഹാനല്ലാഹ് ഈ സ്വല്ലു അലൻ നബിയൊക്കെ പറയുമ്പോ അപ്പോഴല്ലേ ഒരു കൂട്ടര് തരി കുടിക്കാൻ പോവുക, പായസം കുടിക്കാൻ പോവുക, അല്ലെ? ആ സമയമൊക്കെ അതിന് ഉപയോഗപ്പെടുത്തില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോവുക, ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. എവിടെന്നാ തട്ടിക്കിഴിച്ചിട്ട് നമുക്ക് 900 ഉണ്ടാവില്ല, 900 ഉണ്ടാവില്ല. നമുക്കൊക്കെ കിട്ടുക ഒരു 100-300 തവണയായിരിക്കും ആകെ ഒരു മാസം ചെല്ലിയാൽ ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ സദസ്സിനോടൊരൊറ്റ തീരുമാനം, ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഒരു 100 വട്ടം ചെല്ലാൻ പറ്റൂലേ? ഒരു ദിവസം 100 വട്ടം, കൂടുതൽ വേണ്ട. 100 വട്ടം ചെല്ലാൻ ഒരു പ്രയാസമില്ല. ഇരുന്നാണ് ചെല്ലിയ വേഗം കഴിയും. അല്ലെ 2-3 സമയങ്ങളിലായിട്ട് ചൊല്ലിക്കോ. 100 വട്ടം ചെല്ലിയാൽ 3000 വട്ടാവും. അപ്പോഴും അത്രേ ആവണുള്ളൂ. നമ്മൾ വിചാരിച്ച 10,000-മൊക്കെ എത്തണമെങ്കിൽ കാര്യമായിട്ട് പണിയെടുക്കണം. ഒന്ന് ചെല്ലൊരു 3 വട്ടം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തആല പുറത്തു തരും. ശരിയാണ്. ഈ പാപമോചനം എളുപ്പമാക്കാനുള്ള വഴി എന്താണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായി പറയാനുള്ളത് പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അദ്ദുആഉ മഅർ റജാ, പ്രതീക്ഷാപൂർവം പ്രാർത്ഥിക്കണം. ഞാനൊക്കെ ദ്വാരന്നിട്ട് പടച്ചോൻ തരുമോ? പറ്റൂല. തൗബയുടെ ഷർത്ത് പറയുന്നിടത്ത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിന്റെ ഡിമാൻഡ്സ് ചർച്ച ചെയ്യുന്നിടത്ത് ഒരു ഷർത്ത്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഷർത്ത്, അയ്യകൂനദ്ദാഇ മൂഖിനം ബിൽ ഇജാബ, ദുആ ചെയ്യുന്ന ആൾക്ക് ഉത്തരം കിട്ടുമെന്ന ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ പടച്ചോൻ തരുമോ ആവോ, ഏതായാലും ദ്വാരന്ന് നോക്കുക എന്ന് കരുതി ദ്വാരന്ന അള്ളാഹ് കൂലി തരൂല, അള്ളാഹു തല ഉത്തരം തരൂല. ഉത്തരം തരണമെങ്കിൽ ഉറപ്പിച്ചും അള്ളാഹുവിനോട് തീർപ്പ് കൽപ്പിച്ചും പറയണം, പടച്ചോനെ നീ എനിക്ക് പുറത്തു തന്നെ വേണം, നീ എനിക്ക് പുറത്തു തരിക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടിയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഫഇന്നല്ലാഹ തആല ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിൽ, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നും അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അന്തം വിട്ടുള്ള ദുആ, എന്തേ ഇപ്പൊ ദുആരുന്നത് എന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല, ദുആ എവിടെയൊക്കെ എത്തിയത് എന്നറിയില്ല, എന്തൊക്കെയായിരുന്നു ഉസ്താദ് ദുആരുന്നത് എന്നത് മൂപ്പർക്ക് ഒരു ഐഡിയ ഇല്ല. ഭാഷ അറിയാത്തതിന്റെ പേരിലല്ല, മലയാളത്തിൽ ദുആരുന്നാലും ഇല്ല. എന്തൊക്കെ ഇപ്പൊ ഉസ്താദ് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അന്തം വിട്ടുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. ഒരടിമ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അവന് പെട്ടെന്ന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ പാപം പൊറുക്കണേ എന്ന് ദുആ ചെയ്താൽ അള്ളാഹു യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും അള്ളാഹു
ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നു, ലാ തഅ്ജൽ ബിഖളാഇ ഹാജതി അബ്ദി, എന്റെ അടിമ ചോദിക്കുന്ന ആവശ്യം പെട്ടെന്ന് അങ്ങ് നിവർത്തിച്ചു കൊടുക്കല്ലേ. എന്ത്? എന്റെ അടിമ ചോദിക്കുന്ന ആ കാര്യം പെട്ടെന്ന് അങ്ങ് പൂർത്തിയാക്കി കൊടുക്കരുത് കേട്ടോ. അപ്പൊ നമ്മളെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദേ, ഒരു കുട്ടിയുണ്ട് കെട്ടിക്കാൻ, ഒരു കുട്ടിയുണ്ട് വീട്ടിൽ രോഗിയായി കിടക്കുന്നു, ഉസ്താദേ മക്കളില്ലാഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി, പടച്ചോനോട് കുറെ ചോദിച്ചു, പടച്ചോൻ തന്നില്ല, എന്താണാവോ അള്ളാഹു എന്നെ അവഗണിക്കുന്നത്, പറയരുത്, അതൊന്നും അള്ളാഹു അവഗണിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു തആല പറയാണ്, ചിലപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാലും ഇങ്ങനെ ചെയ്യും. ജിബ്രീലിനെ വിളിയാട്ടം കൊടുക്കല്ലേ, ദുആ ചെയ്യുമ്പോ അയാൾക്ക് അങ്ങ് ഉത്തരം കൊടുത്താൽ അയാൾക്ക് സന്തോഷാകൂലേ? അള്ളാഹു പറയുന്നു, ഒന്നുമല്ല, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു, അയാളുടെ നിലവിളി കേൾക്കുന്നത് എനിക്ക് വലിയ ഹരമാണ്. എനിക്ക് ഇന്നൊരു പ്രയാസമുണ്ട് റബ്ബേ, നീ തീർത്തു തരണേ എന്നിങ്ങനെ പറയുന്നത്, എന്നോട് കൈമലർത്തി പ്രാർത്ഥിച്ച് കരയുന്നത്, ആ നിലവിളി കേൾക്കാൻ എനിക്ക് വല്ലാത്ത താല്പര്യമാണ്. തൗബ ചെയ്യുന്ന വാക്ക് അത് അള്ളാഹുവിന് വലിയ ഇഷ്ടം. തൗബയെ പറ്റി അതിങ്ങനെ കേൾക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ലഹു ഫീഹാ ഇസ്മുൻ ഖത്അതു ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഷർത്തൊത്ത ഒരു പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കാതിരിക്കൂല. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥന മുസ്ലിമിനുണ്ടാവൂല. മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ലഹു ഫീഹാ ഇസ്മുൻ ഔ ഖതിയത്തു റഹിം. ആ പ്രാർത്ഥനയിൽ കുറ്റകരമായ പ്രാർത്ഥന അള്ളാഹു ഉത്തരം കൊടുക്കൂല. കുറ്റകരമായ പ്രാർത്ഥനയല്ലെങ്കിൽ. കാരണം ഒരാള് ദുആ ചെയ്യുന്നത് എന്തിനാ? ഒരാൾ ഇപ്പുറത്ത് ഇങ്ങനെ ദുആ ചെയ്യാണ്, എന്തിന്? നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന രണ്ടാളൊന്ന് ഉലഞ്ഞു കാണാൻ, സ്നേഹബന്ധത്തിൽ ജീവിക്കുന്ന രണ്ടാൾ തമ്മിൽ തെറ്റാൻ. ഇവൻ ഇവിടുന്ന് രാത്രി നിലവിളിച്ച് കരഞ്ഞ് പറയാ പടച്ചവനോട്, അത് അല്ലാഹു കേൾക്കൂല. കാരണം അത് തെറ്റാണ് ആ പ്രാർത്ഥന. ഔ ഖതീഅത്തു റഹിമിൻ, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കാൻ, ജ്യേഷ്ഠനും ഭാര്യയും തെറ്റിക്കാണാൻ. അല്ലേ? പ്രയാസം തോന്നുന്നവരോട്, അവരുടെ ജ്യേഷ്ഠനെതിരെ, അനുജനെതിരെ, പെങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കുടുംബബന്ധം മുറിക്കുന്ന സന്ദേശമുള്ള പ്രാർത്ഥനയല്ലേ? കുറ്റകരമായ പ്രാർത്ഥനയല്ലേ? ഖൈറായ പ്രാർത്ഥന ഒരു മുസ്ലിം നടത്തിയാൽ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നാലൊന്ന് പടച്ചോൻ എന്തായാലും അതിന് കൊടുക്കും. ഉത്തരം നൽകൽ 3 കോലത്തിലാണ്. മൂന്നാലൊന്ന് കിട്ടാത്ത ഒരൊറ്റ ദുആഇല്ല. നമ്മളൊക്കെ സാധാരണ പറയുന്നതാ, ഒരുപാട് ദുആരൊന്നും ഒരു അഡ്രസ്സും കാണുന്നില്ല. ബേജാറാവണ്ട, ഈ 3-4-1 കിട്ടും. ഈ 3-4-1 കിട്ടാത്ത ഒരൊറ്റ ദുആഉം നിങ്ങൾ നടത്തൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു, ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നുകിൽ അയാൾ ചോദിച്ചത് അള്ളാഹു അയാൾക്ക് അങ്ങ് കൊടുക്കും. അത് പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കും. ഇയാൾ ചോദിച്ചത് എന്താ? റബ്ബേ, എനിക്ക് തലചാച്ച് കിടക്കാൻ ഒരു വീടില്ല, അന്തസ്സുള്ള ഒരു വീട് തരണം. അപ്പൊ വീടെടുക്കാനുള്ള വകുപ്പ് അല്ലാഹു കൊടുക്കുക, അതന്നെ ഉത്തരം. ഇമ്മാ യുഅജ്ജില ലഹു ദഅവതഹു, ചോദിച്ചത് അള്ളാഹു എത്രയും പെട്ടെന്ന് കൊടുക്കുക. വ ഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ ഉത്തരം കൊടുക്കാതെ ആ പ്രാർത്ഥന ഒരു മുതൽക്കൂട്ടായി ആഖിറത്തിലേക്ക് എടുത്തു സൂക്ഷിക്കുക, മാറ്റിവെക്കുക. രണ്ടാമത്തെ രൂപം. മൂന്നാമത്തേത് വ ഇമ്മാ അൻ യക്ഷിഫ അൻഹു മിനസ് സൂഇ മിസ്ലഹാ, ഇയാൾ പ്രാർത്ഥിച്ചത് എന്താ? ഇയാൾ പ്രാർത്ഥിച്ചത്, പടച്ചവനെ
എനിക്കൊരു വീടില്ല, വീടുണ്ടാക്കി തരണം എന്നാ. പക്ഷേ അള്ളാഹു ഒരു കാര്യം കണക്കാക്കിയിരുന്നു. നാളെ രാവിലെ അവനൊരു ആക്സിഡന്റ് കൊടുക്കണം എന്നുള്ള കണക്കാക്കിയതാ. അത് അള്ളാഹുവാണ് വേണ്ടാന്ന് വെച്ചു ഇന്നത്തെ ഈ പ്രാർത്ഥന. പക്ഷെ ചോദിച്ചത് വീടിനാ. പക്ഷെ അള്ളാഹു താല ചെയ്തത് ഒരപകടം അയാളിൽ നിന്നങ്ങ് മാറ്റി. ഇതും ദുആഇന്റെ ഉത്തരമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. കാരണം നമ്മൾക്ക് ഏറെ ആവശ്യമുള്ളത് എന്താന്ന് പടച്ചോനറിയാം. വീട് പിന്നെ ഉണ്ടാകുമോ നോക്കാ. ഈ അപകടം നാളെ നടന്നാ പിന്നെ വീടുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അല്ലാഹു തആലക്കറിയാം നമുക്ക് ഏതാ കൂടുതൽ. നമ്മൾ ചോദിക്കുന്നത് തരിക എന്നുള്ളതല്ല, നമ്മക്ക് കൂടുതൽ ആവശ്യം ഏതാണ് എന്ന് അല്ലാഹുക്കറിയാം. അതിനനുസരിച്ച് മൂന്നാലൊന്നുണ്ടാകും. ഒന്നുകിൽ ചോദിച്ചത് അങ്ങ് കൊടുക്കും, രണ്ട് അതുപോലത്തെ ഒരു അദാബിനെ, അയാളിൽ നിന്ന് ഒരു മുസീബത്തിനെ തട്ടിക്കളയും, മൂന്ന് പ്രതിഫലം കൊടുക്കാതെ, ഇവിടെ ഉത്തരം കൊടുക്കാതെ ഇതിന്റെ പ്രതിഫലം ആഖിറത്തിലേക്ക് കരുതി വെക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലല്ല മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അവിടുന്ന് ഈ പ്രതിഫലം എല്ലാം കൂടെ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുടെ പ്രതിഫലം എല്ലാം കൂടെ അങ്ങോട്ട് കാണുമ്പോ പല മോമിനീങ്ങളും പറയും, പടച്ചോനെ ദുന്യാവിൽ ഒരൊറ്റ ദുആക്കും നീ ഉത്തരം തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. കാരണം അവിടുന്ന് കൂലി ഇങ്ങനെ കിട്ടുമ്പോ, ഇവിടുന്ന് നടത്തിയ പ്രാർത്ഥനക്കൊക്കെ കൂലി കിട്ടുമ്പോ ദുനിയാവിൽ ഒരൊറ്റ ദുആയിനും നീ ഉത്തരം തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു എന്ന് പറയുന്നു. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എങ്കിൽ ഞങ്ങൾ ഇനി ദുആർക്ക് തന്നെ, ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ആഖിറത്ത് കിട്ടുമല്ലോ, അതെന്തായാലും മുതൽ ദുആ ഞങ്ങൾ അധികരിപ്പിക്കും നബിയെ. അപ്പൊ നബി പറഞ്ഞു, നിങ്ങൾ ദുആയിട്ട് അധികരിപ്പിച്ചാൽ, ദുആ അങ്ങോട്ട് അധികരിപ്പിച്ചാൽ അല്ല തന്നു മടുക്കുന്നാണല്ലോ അതിന്റെ ഒരു ധ്വനി അല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഫല്ലാഹു അക്ബർ, സദഖ റസൂലുള്ളാഹി. നിങ്ങൾ ദുആ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം അധികരിപ്പിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖജനാവ് അതൊരിക്കലും തീരുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ അധികരിപ്പിച്ചാൽ അല്ലാഹു അധികരിപ്പിക്കും. അല്ലാഹു നിങ്ങൾ എത്ര ചോദിച്ചാലും അത് തരാൻ കഴിവുള്ളവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തില് ഈ പ്രാർത്ഥന പറ്റിപ്പോയി റബ്ബേ, വന്നുപോയി റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ജീവിതത്തിൽ വഴിവിട്ട ജീവിതം നയിച്ച ഒരുത്തൻ അള്ളാഹുവിന്റെ പടിക്കലേക്ക് തിരിച്ചു വരുന്നത് കാണുമ്പോൾ അള്ളാഹു വളരെ സംതൃപ്തനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സംതൃപ്തി അത് എത്രത്തോളമുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹിൽ മുഅ്മിനി മിൻ റജുലിൻ ഫീ അർളിൻ തവിയ്യ മഹ്ലികത്തിൻ മഅഹു റാഹിലതുഹു അലൈഹാ തഅമുഹു വശറാബു സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, ഒരടിമ, മൂമിനായ ഒരടിമ, അവനിൽ നിന്ന് വന്നനർകൾ സംഭവിച്ചു പോയി, അരുതായ്മകൾ പറ്റിപ്പോയി, പുറത്തു തരണേ, മാപ്പാക്കി തരണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പടിക്കലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷം അത് മിൻ റജുലിൻ ഫീ അർളിൻ ദവിയ്യത്തിൻ മഹ്ലികത്തിൻ മഅഹു റാഹിലതുഹു. ഇതിനെ നബിതങ്ങൾ വിശേഷിപ്പിക്കുന്നത്, ഞാൻ ആ ഹദീസിന്റെ അർത്ഥം മാത്രം പറയാം, നബിതങ്ങൾ ഒരു ചിത്രീകരണത്തിലൂടെയാണ് നമുക്കത് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു മനുഷ്യൻ അത് ഒരു മരുഭൂമിയിലൂടെ വാഹനപ്പുറത്തിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആളൊഴിഞ്ഞ മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ അയാൾക്ക് മരണം ഉറപ്പാണ്. എക്സിറ്റ് കിട്ടൂല, ഒരു പുറപ്പാട് കണ്ടെത്താൻ കഴിയൂല. ആ മരുഭൂമിയിൽ വാഹനം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വാഹനമുണ്ട്, ഒരൊട്ടകമുണ്ട്. ഈ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് മാത്രമേ അദ്ദേഹത്തിന് മരുഭൂമിയിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റൂ. അല്ലെങ്കിൽ മരുഭൂമിയിൽ കറങ്ങി കറങ്ങി അയാൾ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട വരണ്ട് മരിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്പം വെള്ളവും ഭക്ഷണവും കൊണ്ട് അത് ഈ വാഹനപ്പുറത്താൻ ദീർഘമായ യാത്ര മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ അതാ ഒരു കുറ്റിമരം കാണുന്നു.
ആ മരത്തിന്റെ അടുത്ത് അയാൾ ഇറങ്ങിയിട്ട് ഒന്ന് വിശ്രമിക്കണമെന്ന് കരുതുന്നു. ആ മരത്തിലൊന്ന് ചാരിയിരിക്കുമ്പോ നല്ല ക്ഷീണമുണ്ട്, യാത്രാ ക്ഷീണമുണ്ട്. വാഹനം തൊട്ടടുത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അയാൾ അറിയാതെ അങ്ങുറങ്ങിപ്പോയി. ഫനാമാ, അയാൾ അങ്ങുറങ്ങിപ്പോയി. ഫസ്തൈഖള, ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ അങ്ങ് ഉണർന്നു. ഉണർന്നപ്പോൾ വഖദ് ദഹബത്, അയാളുടെ ഒട്ടകം എങ്ങോ പോയിരിക്കുന്നു. അയാൾ നിർത്തിയിട്ട വാഹനം കാണുന്നില്ല. മരുഭൂമിയിൽ നിന്ന് വാഹനം നഷ്ടപ്പെട്ടാൽ അയാൾക്ക് മരണം ഉറപ്പാണ്. ആ മനുഷ്യന് മരണം ഉറപ്പാണ്. അങ്ങനെ അയാൾ ഇനി എനിക്ക് വാഹനം കിട്ടില്ല എന്ന് ഉറപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകണമെങ്കിൽ തീർത്തും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതിന്റെ ഉദാഹരണം തിരിയണമെങ്കിൽ മരുഭൂമിയുടെ ഭയാനകതകൾ വായിച്ചവരുണ്ടാകും. ഒരു പക്ഷേ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് അതേ മരുഭൂമിയുടെ വിഷമങ്ങൾ അടുത്തറിഞ്ഞ ആരോ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അള്ളാന്റെ റസൂല് പറയുന്ന കാലത്ത് ഇന്നത്തെ പോലെ മരുഭൂമിയുടെ നടുക്കുകൂടെ റോഡ് പാഞ്ഞ കാലമല്ല. ശരിക്കും മനസ്സിലാക്കണം. ആ രൂപത്തിലല്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ തികഞ്ഞ മരുഭൂമി തന്നെയാണ്. ഇപ്പോഴും മരുഭൂമിയുടെ സ്വഭാവം അത് തന്നെയാണ്. ഈ റോഡുകളും പുരോഗതികളും ഒക്കെ വന്നാലും മരുഭൂമിയുടെ നടുക്കൊരാളെ കൊണ്ടുപോയിട്ടാൽ അയാൾക്ക് ഇപ്പോഴും പുറത്തു ചാടാൻ പ്രയാസമാണ്. ഇതിങ്ങനെ പറയുമ്പോ ഞാനൊരിക്കൽ ജിദ്ദയിൽ നിന്ന് ഒരിക്കൽ ഈ വിഷയം പറയുമ്പോ എന്റെ സദസ്സിലിരിക്കുന്ന ഒരു സഹോദരൻ പറഞ്ഞു, അയാൾ ആദ്യമായിട്ട് മരുഭൂമിയിൽ ആടുമേക്കാനാണത്രേ, ആടുവിസക്കാണ് അദ്ദേഹം അവിടെ എത്തിയത്. അങ്ങനെ പോകുമ്പോ തന്നെ മടിച്ചാ പോയത്. മധ്യവർത്തി ഇയാളോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് നോക്കിയാൽ മതി ആടിനെ. അങ്ങനെയാ പോയത്. ഈ സാധു അത് കേട്ട് കയറി. അയാൾ കരഞ്ഞുകൊണ്ട് എന്നോട് അവതരിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? 2 ആഴ്ച വീട്ടിൽ നിർത്തി അറബി. പിന്നെ എന്ത് ചെയ്തു? 2 ആഴ്ച കഴിഞ്ഞതിന്റെ ശേഷം ഒരു വണ്ടിയിൽ കുറെ ആടുകളെയും ഇയാളെയും അങ്ങ് കയറ്റി കൊണ്ടുപോയിട്ട് ഒരു മരുഭൂമി കൊണ്ടുപോയി തട്ടി. അവിടെ വലിയ കൂടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നോന്ന് പറഞ്ഞു. എന്നിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലും അറബി വരിക. ഒരു മനുഷ്യന്റെ മുഖം കാണണമെങ്കിൽ 2 ആഴ്ച കഴിയണം. അതും മനുഷ്യപ്പറ്റില്ലാത്ത ഈ മനുഷ്യനും. എന്നിട്ട് 4 മാസം ഇയാൾ ശമ്പളം കൊടുത്തില്ല. ആ ശമ്പളമൊക്കെ ഇയാള് വാങ്ങി. ആ ശമ്പളം കിട്ടിയ ഉടനെ അയാള് നാട് കടക്കാൻ തീരുമാനിച്ചു. ഇവിടുന്ന് ചാടണം, മരുഭൂമിയിൽ നിന്ന് ചാടണം എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ചാടാൻ തീരുമാനിച്ചു. ഇദ്ദേഹം 2 ആഴ്ച കഴിയുമ്പോൾ വരുമ്പോൾ കുറച്ച് ഈത്തപ്പഴവും കൊണ്ടുവരും, കുറച്ച് വെള്ളവും കൊണ്ടുവന്നു കൊടുക്കും. പിന്നെ ആടുകളുടെ പാലുണ്ടാകും, അത് കറന്നു കുടിക്കാം. അങ്ങനെ ഈ മനുഷ്യൻ ജീവിച്ചു. 4 മാസം കഴിഞ്ഞ് ശമ്പളം കിട്ടിയപ്പോ ഇയാൾ ചാടി. ചാടുമ്പോ ഇയാള് എന്ത് ചെയ്തു? മരുഭൂമി എന്നാണ് ഇത് എവിടേക്ക് വിചാരിച്ചു പോകുന്നത്. ഇയാൾ ഈ എല്ലാ ഈത്തപ്പഴം, ആ ഈത്തപ്പഴത്തിന്റെ സഞ്ചി എടുത്തു, വെള്ളത്തിന്റെ കാനും എടുത്തു. അതൊക്കെ ഊരയിൽ കെട്ടിയിട്ട് അയാൾ അങ്ങോട്ട് നടന്നു. തിരുനബി പറഞ്ഞ ഉദാഹരണത്തിൽ ഇതുമില്ല. ശ്രദ്ധിക്കണം, ഇത് വാഹനപ്പുറത്താ. അലൈഹാ ത്വഅമുഹു വശറാബുഹു. ഇയാൾക്ക് ക്ഷീണിക്കുമ്പോ കുടിക്കാനുള്ള തിന്നാനുള്ള ഭക്ഷണവും വെള്ളവുമാണ് ഇപ്പൊ ഇയാൾ ഈ കരുതിയത്. അങ്ങനെ നടന്ന് ക്ഷീണം വരുമ്പോ ഈ ഈത്തപ്പഴവും കഴിക്കും, വെള്ളവും കുടിക്കും. നടന്ന് മണിക്കൂറുകളോളം നടന്നപ്പോ അങ്ങകലെ മരുഭൂമിയിൽ കടലിൽ അങ്ങനെ യാത്ര ചെയ്യുന്നത് പോലെ എങ്ങോട്ട് നോക്കിയാൽ ഒരുപോലെ ഇയാള് കുറെ അകലെ ഒരാളനക്കം ഉണ്ട് എന്ന് തോന്നി. അവിടെ ആരോ മനുഷ്യന്മാരുണ്ട് എന്ന് തോന്നി. ആളുകളുടെ അനക്കം പോലെ തോന്നി. ആ ലക്ഷ്യം, ആ കണ്ട അനക്കം ലക്ഷ്യം വെച്ചങ്ങ് പോയി, പുറപ്പെട്ടു. അയാൾ പറയാം, ഇയാൾ മരുഭൂമി കിടന്ന് കറങ്ങാതെ ഈ സാധുവിന് അറിഞ്ഞൂടാ. എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാൻ, ഏതാട്ടുംകൂട്ടിൽ നിന്നാണോ ഞാൻ ചാടിയത് ആ ആട്ടുംകൂട്ടിക്കാ തിരിച്ചെത്തിയത്. കറങ്ങിയിട്ട് അങ്ങോട്ട് തന്നെ വന്നിരിക്കുകയാണ്. ആ മനുഷ്യന്റെ വേദന എത്രയായിരിക്കും? മനക്കരുത്ത് തകരാതെ, ഇച്ഛാശക്തി തകരാൻ അനുവദിക്കാതെ വീണ്ടും നടന്നു. അങ്ങനെ ഒരു റോട്ട് ചാടി. അപ്പൊ ഒരു വണ്ടി കുറെ നേരം കാത്തു നിന്നപ്പോ കിട്ടി. അപ്പൊ അദ്ദേഹം കൈ കാണിച്ചപ്പോ വലിയൊരു വാഹനാണ്, ചരക്കു വാഹനാണ്. കൈ കാണിച്ചപ്പോ എങ്ങോട്ടാന്ന് ചോദിച്ചു.
എനിക്ക് മക്കത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇദ്ദേഹം. അപ്പൊ പറഞ്ഞു ഹറമിന്റെ അടുത്ത് ഇറക്കി കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടത്. അയാൾ ആ കഥ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ കൂട്ടത്തിൽ വായിക്കണം. ഇയാൾ എന്ത് ചെയ്തു? ഉണർന്നു നോക്കുമ്പോൾ വാഹനം കാണുന്നില്ല. നബി തങ്ങൾ ചിത്രീകരിക്കുകയാണ് ഒരു മരുഭൂമിയിലെ യാത്രക്കാരനെ. ഫതലബഹ, അങ്ങനെ ഈ വാഹനം അന്വേഷിച്ച് ഇയാൾ ഇങ്ങനെ നടന്നു. ഹത്താ അദ്റകഹുൽ അതശു, നേരത്തെ പറഞ്ഞ പോലെ കുടിക്കാൻ വെള്ളമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തൊണ്ട വറ്റി, ദാഹം കലശലായി അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മരിക്കും എന്ന് തോന്നിയപ്പം ഫഖാല, അയാൾ മനസ്സിലിങ്ങനെ പറയാണ്, ആരുമില്ലല്ലോ വേറൊരാളോട് പറയാൻ, സ്വന്തത്തോട് അയാൾ പറഞ്ഞു, അർജിഉ ഇലാ മകാനിയല്ലദീ കുന്തു ഫീ, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ പോകട്ടെ, ആ മരത്തിന്മേൽ തന്നെ ചാരിക്കിടന്ന് ഫഅനാമു, അവിടെ പോയി ഞാൻ ഉറങ്ങും, ഹത്താ അമൂത, മരിക്കുന്നത് വരെ അവിടെ കിടന്നങ്ങ് ഉറങ്ങാം. മരിക്കുന്ന അയാൾക്ക് ഉറപ്പാൻ, മരിക്കാൻ ആ മരത്തിന്റെ ചുവട്ടിലേക്ക് തന്നെ പോകാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 1, 2, 3 തവണയല്ല ഈ ഹദീസ് അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചത്. അതിലൊരു തവണ ഉദ്ധരിച്ച ഹദീസാ ഞാൻ വായിക്കുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾ കേട്ട റിപ്പോർട്ടിൽ ഈ വായിക്കുന്നത് മുഴുവനും ഉണ്ടാകൂല. സ്വഹീഹ് മുസ്ലിമിലെ ഒരു റിപ്പോർട്ടാണ് ഈ വായിക്കുന്നത്. ഹത്താ മൂത, അങ്ങനെ അതാ അവിടെ ചെന്നു. ഫവളഅ റഅസഹു അലാ സഅദിഹി, ആ കൈ പരത്തി വെച്ച് അതിൽ തലവെച്ചു. എന്ത്? തലയണയില്ലാത്തതിന് പകരം കൈക്ക് തല വെച്ചിട്ട് ഇങ്ങനെ കിടന്നു. എന്തിനാ കിടന്നത്? മുത്തുനബി പറയാൻ മറ്റു ലക്ഷ്യമൊന്നുമില്ല, ലിയമൂത, മരിക്കാൻ നിയ്യത്താക്കി കിടന്നതാണ്. ഫവളഅ റഅസഹു അലാ സഅദിഹി ലിയമൂത്, മരിക്കാൻ നിയ്യത്താക്കി കിടന്നതാ. ഫസ്തയഖള, അപ്പോഴാണ് അദ്ദേഹം ക്ഷീണഭാരത്തിൽ അങ്ങ് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് ഉണർന്നു. മരിക്കുന്നുള്ള ഉറപ്പിലാ കിടന്നത്, മരിക്കാൻ വേണ്ടി കിടന്നതുവാ. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങ് ഉണർന്നു നോക്കുമ്പോ വഇൻദഹു റാഹിലതുഹു, തനിക്ക് കൈവിട്ടുപോയി എന്നുറപ്പിച്ച വാഹനം, ഒരിക്കലും തിരിച്ചു കിട്ടൂല എന്നുറപ്പിച്ച വാഹനം, തന്റെ ഭക്ഷണവും വെള്ളവും മുണ്ടുമൊക്കെ ഏറ്റിപ്പോയ ആ വാഹനം അതാ തന്റെ മുമ്പിൽ അനുസരണയോടെ മുട്ടുകുത്തി ഇങ്ങനെ വന്ന് കിടക്കുന്നു. വഅലൈഹാ സാദുഹു വതഅമുഹു വശറാബുഹു, അയാളുടെ ഭക്ഷണവും വെള്ളവും യാത്രാ സാമഗ്രികളും എല്ലാം അതിന്റെ പുറത്ത് തന്നെ ഉണ്ട്. ഒന്നിനും ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ആ സമയത്ത് ആ മനുഷ്യന്റെ സന്തോഷം എത്രയായിരിക്കും! മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനേക്കാളേറെ അല്ലാഹു സന്തോഷിക്കും. തനിക്ക് ഒരിക്കലും കിട്ടൂല എന്നുറപ്പിച്ച ഒരടിമ രണ്ടാമത് തന്റെ പടിക്കലേക്ക് കയറി വരുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന്റെ സന്തോഷാധിക്യം എത്രത്തോളമാണെന്നറിയോ? ആ മനുഷ്യൻ ഈ ഒടത്തെ ഇങ്ങ് കണ്ടപ്പോ ചാടി ഇങ്ങ് പിടിച്ചു അതിന്റെ മൂക്കയറിങ്ങ് പിടിച്ചു. ഇനി ഇത് നഷ്ടപ്പെട്ടു പോകരുത്. കിട്ടിയതോ കിട്ടി, വല്ലാത്തൊരു കിട്ടൽ. മൂക്കയറിങ്ങ് പിടിച്ചു. ആ സമയത്ത് പടച്ചോൻ ഇയാളൊരു നന്ദി പറഞ്ഞു ഈ വാഹനത്തെ തിരിച്ചു തന്ന റബ്ബിന്. നബി തങ്ങൾ പറയാണ്, ഖദ് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷാധിക്യം കൊണ്ട് അയാളുടെ അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞപ്പോ ആകെ തല തിരിഞ്ഞുപോയി. സന്തോഷം ഹൃദയത്തിൽ അലതല്ലിയാൽ, പരിധിയിലപ്പുറം സന്തോഷം വന്നാൽ നമ്മളെ മനസ്സിലുള്ളതല്ല നാക്കിലൂടെ വരിക. ഖദ് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, എന്നിട്ട് അയാൾ പറഞ്ഞു, എന്തറിഞ്ഞത്? അല്ലാഹുമ്മ അൻത അബ്ദി റബ്ബ്, പറഞ്ഞേ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. അള്ളാഹിനോട് സംഗതി ഇയാളെ മനസ്സിലുള്ളത് എന്താ? അല്ലാഹുവേ, അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക, നീ എന്റെ റബ്ബാൻ, ഉടമയാണ്, ഞാൻ നിന്റെ അടിമയാണ്. ഇതാ മനസ്സിലുള്ളത്. പക്ഷെ തല തിരിഞ്ഞ വായിലൂടെ വന്നത്. അത് സന്തോഷാധിക്യം അലതല്ലുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ഹദീസൊക്കെ ഉസ്താദുമാർ ഓതിത്തരുന്ന കാലത്ത് പഠിച്ചോനെ സന്തോഷം മറികടന്നാൽ, സന്തോഷം അലതല്ലുമ്പോൾ സന്തോഷാധിക്യത്തില് പിഴക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പിഴവൊക്കെ പിഴക്കാൻ പറ്റുമോ? അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, പിഴക്കാം. എനിക്കിതിന് ഒരു ജീവിക്കുന്ന ഉദാഹരണം എന്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
എന്താണത്? ഞാൻ മർക്കസു സഖാഫത്തി സുന്നിയയിൽ പഠിക്കുന്ന കാലത്ത്, ഞാനിത് പറയുന്നത് ഞാൻ പല വേദികളിലും പറയാറുണ്ട്, ഇങ്ങനെ തന്നെ പറയുന്നു. ഇത്ര നല്ലൊരു ഉദാഹരണം വേറെ പറയാനില്ല ഇതിന്. അത്രയും അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്ക് എന്ന് പറഞ്ഞ അതേ ഉദാഹരണം. മർക്കസിൽ പഠിക്കുന്ന കാലത്ത് മർക്കസിൽ നിന്ന് സനദ് വാങ്ങി പുറത്തു വരുന്ന കൊല്ലം ഞങ്ങളുടെ ബാച്ചിന് സെൻഡ് ഓഫ് നൽകുന്നു. യാത്രയപ്പ് നൽകുമ്പോൾ ഉസ്താദുമാര് പ്രസംഗിച്ചു, അതുപോലെ തന്നെ അവിടെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രസംഗിച്ചു, അതോറിറ്റി അവര് പ്രസംഗിച്ചു, എല്ലാം കഴിഞ്ഞു. ഞങ്ങളാണ് യാത്ര അയക്കപ്പെടുന്നവർ. ഞങ്ങളെ ബാച്ചിൽ നിന്നൊരു സഖാഫിയെ മറുപടി പ്രസംഗത്തിന് വേണ്ടി ഞങ്ങളെ ബാച്ചിനെ പ്രതിനിധീകരിച്ച് ക്ഷണിച്ചു. എല്ലാവർക്കും കൂടെ സംസാരിക്കാൻ സമയമല്ല, ഒരാൾക്ക് അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു സഖാഫിയെ വിളിച്ചു. ആ സഖാഫിയുടെ പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്, അതല്ല വിഷയം. ഞാൻ പറയുന്ന അയാൾക്ക് പറ്റിയൊരു അബദ്ധം പറയാണ്. അയാളുടെ മനസ്സിൽ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. കാരണം സനദ് വാങ്ങി 10 കൊല്ലത്തെ പഠനം കഴിഞ്ഞ് സനദ് വാങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആ സന്തോഷം ഇയാളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുക. ഉസ്താദുമാരുടെ പ്രഭാഷണമൊക്കെ കേട്ടിട്ട്, സ്ഥാപനത്തോടുള്ള ബാധ്യതകൾ, കടപ്പാടുകൾ ഇതൊക്കെ കേട്ടിട്ട് ഇയാളെ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പൊ ഇയാള് പ്രസംഗിക്കുക. ഈ നിറഞ്ഞ സന്തോഷവേളയിൽ ഞങ്ങൾക്ക് ഈ ഇവിടുത്തെ ഉസ്താദുമാരോടും ഒക്കെ പറയാനുള്ളത്, ഒരിക്കലും ഈ സ്ഥാപനത്തെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഓരോ ഹർഫിന്റെയും എണ്ണം കണ്ട് നിങ്ങളുടെ ഹസനാത്ത് വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കപ്പെടും. ഇയാൾ പറഞ്ഞു. സദസ്സ് മുഴുവനും അങ്ങ് ചിരിച്ചു. എ പി ഉസ്താദിനൊക്കെ ഇരുത്തിയിട്ടാ പറയുന്നത്, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഈ ഇൽമുകളിൽ ഓരോ അക്ഷരത്തിന്റെയും എണ്ണം കണ്ട് നിങ്ങളുടെ ഹസനാത്ത് വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും. സദസ്സ് മുഴുവനും പൊട്ടിച്ചിരിച്ചപ്പോൾ അയാൾ അന്തം വിട്ട് നിൽക്കുക. എന്തിനാ ഞങ്ങന്മാരെ നിങ്ങൾ ചിരിക്കുന്നത്? കാരണം എത്ര നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ചിരിക്കുകയാണോ? കാരണം ഇയാളെ മനസ്സിലുള്ളത് എന്താ? നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചാന്നാ. പക്ഷെ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചാന്നായിപ്പോയി. അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്. സന്തോഷാധിക്യം ഇത് കൂടി പോകുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഉദാഹരണമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു, ബഹുമാനപ്പെട്ട ചെർശോല ഉസ്താദ് ഇരുന്ന് കുലുങ്ങി ചിരിക്കുന്ന ആ ചിത്രം ഞാൻ കാണുന്നു. കാരണം ഈ ഒരു അബദ്ധം പറഞ്ഞ ഉസ്താദ് ഒരുപാട് നേരം ചിരിച്ചുപോയി. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഇരുന്ന് ചിരിച്ചു. റബ്ബേ, രണ്ടുപേരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല, അവരുടെ ഖബർ നീ സ്വർഗപൂങ്കാവനമാക്കണമല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബർ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് മരിക്കുന്നതിന്റെ 4-5 ദിവസം മുമ്പ് പോലും കണ്ടപ്പോ പറഞ്ഞത്, എല്ലാ വേദികളിൽ നിന്നും മോനെ ദുആ ചെയ്യണം. അല്ലാഹുവേ, റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഉസ്താദിന്റെ ഖബറിൽ നീ എല്ലാ സന്തോഷവും നൽകണേ അല്ലാ, എല്ലാ സന്തോഷവും നീ നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് കഥ. ഈ ഒരു മനുഷ്യന് എത്ര സന്തോഷമുള്ളത്! ഒരിക്കലും കിട്ടൂലെന്നുറപ്പിച്ച, വഴി വിട്ടുപോയി എന്നുറപ്പിച്ച വാഹനം തിരിച്ചു കിട്ടുമ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ സന്തോഷത്തെക്കാളേറെ വലിയ സന്തോഷമാണ് 60 വയസ്സുവരെ ഇങ്ങോട്ട് എന്ന് പറയുമ്പോ അങ്ങോട്ട് മാത്രം പോയ ഒരടിമ, അല്ല പറഞ്ഞതൊന്നും കേൾക്കാത്ത ഒരടിമ 61ാമത്തെ വയസ്സിൽ അള്ളാഹുവേ പറ്റിപ്പോയി എന്ന് പറഞ്ഞിങ്ങനെ കയറി വരുമ്പം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പടച്ചോനെ, ഇവനെ നരകത്തിലിടാതെ രക്ഷപ്പെട്ടല്ലോ. ഇതാണ് അള്ളാഹുവിന്റെ സന്തോഷം. സയ്യിദുനാ റസൂലുള്ളാഹി ഈ മഗ്ഫിറത്തിന്റെ 10 ഉപയോഗപ്പെടുത്തൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഈ മഗ്ഫിറത്തിന്റെ 10 ഓരോരുത്തരും ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മഗ്ഫിറത്ത് ഉറപ്പാക്കാൻ ഏറ്റവും നല്ല മാർഗം, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങളെ കൂട്ടുകാരോട് നിങ്ങൾക്ക് പൊറുക്കാൻ അറിയണം. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ. ഇന്നലെ റഹ്മത്തിന്റെ 10 എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാ,
നിങ്ങൾക്ക് റബ്ബിന്റെ റഹ്മത്ത് വേണോ? നിങ്ങളുടെ റഹ്മത്ത് മറ്റുള്ളവർക്ക് കിട്ടണം. മറ്റുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുമ്പോഴേ അള്ളാഹ് നിങ്ങളോട് കരുണ കാണിക്കൂ എന്നതുപോലെ നിങ്ങളോട് തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കോ എങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത ഗുരുതരമായ തെറ്റ് അള്ളാഹ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരും. അള്ളാഹ് എന്നോട് പൊറുക്കണം, പക്ഷെ എന്നോട് വേണ്ടാത്തരം ചെയ്ത ഒരാളോടും ഞാൻ പൊറുക്കൂല. നടക്കൂല. ആ പൂതി ഉള്ളിൽ വെക്കുക. നടക്കൂല. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിക്കീങ്ങൾ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കി വ്യഭിചാരാരോപണം ഉന്നയിച്ചു. കഥ നിങ്ങൾക്കറിയുമെന്ന വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പച്ചക്കള്ളം പറഞ്ഞു. പച്ചക്കള്ളമാണ് ഇവർ പറഞ്ഞത് എന്ന് സൂറത്തുന്നൂറിലൂടെ അള്ളാഹു വ്യക്തമാക്കി. ഏതാവട്ടെ, ഈ സംഭവത്തെ തുടർന്ന് അന്ന് മുനാഫിക്കുകളുടെ ഈ പ്രചരണം കേട്ട് സാധുവായ ഒരു മനുഷ്യൻ മിസ്തഹ് റളിയല്ലാഹു അൻഹു, ചില സാധുക്കള് നാട്ടിൽ നടക്കുന്ന വാർത്തകൾ ചിലപ്പോൾ ഏറ്റുപിടിക്കും എന്നതുപോലെ കാറ്റടിക്കാതെ ഇലയിളകുമോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമല്ലോ. അതുപോലെ എന്തു ചെയ്തു? ഇത് അംഗീകരിക്കുകയല്ലെങ്കിലും എന്തോ ഒക്കെ ചിലത് ഉണ്ടാവാതെ ഇപ്പൊ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാവുമോ എന്നുള്ളൊരു വർത്താനം മിസ്തഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നോലോ എന്ന് കേൾക്കുമ്പോഴേക്ക് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊടുത്തിരുന്ന, മിസ്തഹ് റളിയല്ലാഹുവിന് വളരെ ഫഖീറായ ഒരു മനുഷ്യനാ, ഇദ്ദേഹത്തെ തീറ്റിപ്പോറ്റിയിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഇനി മിസ്തഹിന് ഞാനൊരു വറ്റും കൊടുക്കൂല. ഇനി മിസ്തഹിന് എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടൂല. കാരണം സ്വന്തം മകളെ വേദനിപ്പിച്ചു. സംഭവം ശരിയാണ്. തെറ്റ് ചെയ്ത ആൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിസ്തഹ് റളിയല്ലാഹു അൻഹു തൗബ ചെയ്തു, മടങ്ങി, എല്ലാ നിലക്കും അതിൽ നിന്ന് ശുദ്ധനായി തിരിച്ചു വന്നിട്ടും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈ നിലപാട് തന്നെ തുടരുമ്പോൾ ആർക്കും സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം സിദ്ദീഖിന്റെ മനസ്സ് നുറുങ്ങിപ്പോയതാണ്. മകളോടുള്ള സ്നേഹമാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ വിഷമിപ്പിച്ചതിലുള്ള ദുഃഖമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മിസ്തഹിനോട് പൊരുത്തപ്പെടണമെന്ന് അള്ളാഹുവിന്റെ റസൂല് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ വയ്യല്ലോ, കേൾക്കണം എന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോ ആയത്തിറങ്ങുന്നു. എന്ത്? വലാ യഅ്തലി ഉലുൽ ഫളൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിറങ്ങുന്നു. വലിയ വലിയ ആളുകൾ, വലിയ മഹത്വമുള്ള ആളുകൾ, അല്ലാഹു ബറക്കത്തും ഒക്കെ നൽകിയ ആളുകൾ അവര് സാധുക്കൾക്കൊന്നും കൊടുക്കൂല എന്ന് ഒരിക്കലും പ്രതിജ്ഞ ചെയ്യാൻ പാടില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നത് ശരിയാ. ഫൽയഅഫൂ വൽയസ്ഫഹു, അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം, മാപ്പ് കൊടുക്കണം. ആ പാവങ്ങൾക്ക് തെറ്റു ചെയ്തവരോട് മാപ്പ് കൊടുക്കാൻ കഴിയല്ലോ. ഇതൊക്കെ പറയുമ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കുകയാണ്, ഇളകിയിട്ടില്ല. അപ്പോഴാണ് അതിന്റെ ബാക്കി ഭാഗം ഓതുന്നത്. സൂറത്തുന്നൂർ എടുത്തു മറച്ചു നോക്കിയാൽ കാണാം, അല്ലാഹു ചോദിക്കുന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്ത തെറ്റ് നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നത് നിങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലയോ? അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇത് നടക്കണമെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണ്ടേ എന്ന ആയത്തങ്ങ് ഓതുമ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട്, യാ റസൂലല്ലാഹ് ഖദ് ഗഫർതു ലഹു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു മിസ്തഹിന് എന്ന് പറഞ്ഞ് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? എന്റെ റബ്ബ് പുറത്തു തരണം, അതിന് മിസ്തഹിന് പൊരുത്തപ്പെട്ടു കൊടുക്കണമെങ്കിൽ ഞാൻ റെഡിയാണ്. എന്നാ നമ്മളോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അടുത്തൊരു ഉദഹിയത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ഉദഹിയത്തിന്റെ മാംസം ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ആ ഉദഹിയത്തിന്റെ ഉടമ അയാൾക്ക് ബന്ധപ്പെട്ട ആളോട് ചോദിക്കുകയാണ്, ഇത് കൊടുക്കേണ്ട ലിസ്റ്റ് ആദ്യം തയ്യാറാക്കുമല്ലോ, ആ ലിസ്റ്റ് കൊണ്ടുവന്നാന്ന്. അപ്പൊ ആ ലിസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് ഇയാൾ, ഇത് പൊതിഞ്ഞു വെച്ച പൊതിക്കനുസരിച്ചുണ്ടോ? അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ തൊട്ട് മൂന്നാമത്തെ വീട് ഇയാൾ അതിന്ന് പേന കൊണ്ട് അങ്ങ് തടയാണ്. മൂന്നാമത്തെ വീട്ടിലേക്കുള്ള ഇറച്ചിപ്പൊതി ആ പേര് വെട്ടിക്കളയാണ്.
അപ്പൊ അടുത്ത് നിൽക്കുന്നവൻ ചോദിച്ചു, അതെന്താ നിങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടിക്ക് വേണ്ടാ നോക്കുകയാണോ ചോദിച്ചു. അവന്റെ അവിടെ 2 അർത്ഥത്തിന് ഇതുവരെ ഒറ്റ പൊതി നടന്നിട്ടുണ്ട്, ഒറ്റ പൊതി നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങോട്ടില്ലാത്തവൻ അങ്ങോട്ടും കൊടുക്കൂല. ഈ നിലപാടാ നമുക്ക് വിട്ടുവീഴ്ചയും മാപ്പും ഇതൊന്നും നമുക്കറിയില്ല. എവിടെന്നാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നടക്കുക? എവിടെന്നാ ഇത് നടക്കുക? അതാ ഞാൻ പറഞ്ഞത്, നമ്മളോട് തെറ്റ് ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വഅഅതി മൻ ഹറമക, നിനക്ക് തരാത്തോൽക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത് റസൂലുള്ളാഹ്. വഅഅതി മൻ ഹറമക, ഇങ്ങോട്ട് ഇറച്ചിപ്പൊതി തരാത്തോൽക്ക് അങ്ങോട്ട് കൊടുക്കണം, അതാ അതിന്റെ അർത്ഥം. അത് മാത്രമല്ല, അതൊരു ഉദാഹരണം. വഅഅതി മൻ ഹറമക, നിനക്ക് തരാതെ തടഞ്ഞു വെച്ചവന് നീ കൊടുക്കണം. ശഫീഉനാ റസൂലുള്ളാഹി. അതിന് മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞെങ്കിലേ കഴിയുള്ളൂ. പൊറുക്കാനും മറക്കാനും അറിയാത്തവർക്ക് ഇത് കഴിയൂല. അതുപോലെ തന്നെ ചില ആളുകൾ പിണങ്ങി നിൽക്കുമ്പോൾ അവിടെ പൊറുക്കാനും മറക്കാനും കഴിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. ഒരു തരം സ്വഭാവം കാണിക്കുക, വളരെ വൃത്തികെട്ട സ്വഭാവം. ഒരു നിലക്കും ഒന്ന് അയഞ്ഞു കൊടുക്കാൻ ഇയാൾ തയ്യാറല്ല. ചില മസ്ലഹത്ത് ചർച്ചകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ചില ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ടാൽ നമ്മൾ അന്തിച്ചു നിന്ന് പോകും. ചിലർ പറയും, ഉസ്താദേ അവനോട് മിണ്ടിയിട്ടുള്ള സ്വർഗം എനിക്ക് വേണ്ട, അവനോട് മിണ്ടിയിട്ടുള്ള സ്വർഗം എനിക്ക് വേണ്ട. ഈ വിഷയത്തിന്റെ ഒക്കെ കടുപ്പ് എത്രയാ നിങ്ങളൊന്ന് ആലോചിച്ചു. ആ വർത്തമാനമൊക്കെ എത്ര കടുപ്പുള്ള വർത്താനം. ആ ഒരൊറ്റ വർത്താനത്തോടു കൂടെ അള്ളാഹു അവനെ സ്വർഗം അങ്ങോട്ട് കട്ട് ചെയ്യും. വേണ്ടാന്നാണ്ട് വെച്ചാളും. അള്ളാഹു കാക്കട്ടെ. അങ്ങനെയൊന്നും പറയരുത്. നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹു പുറത്തു തരിക. ഇന്നലെ പറഞ്ഞ അതേ നിലപാട് തന്നെ. ഇനി നമ്മുടെ പാപം പൊറുപ്പിക്കാൻ എളുപ്പമുള്ള ഒരു മാർഗം, തിരുനബിയുടെ സമക്ഷം ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ തങ്ങളുടെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കുക. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു തആല പറയാണ്, ആരെങ്കിലും സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ നബിയെ ജാഊക, അവർ തങ്ങളുടെ സന്നിധാനത്തിൽ വരണം, തങ്ങളെ തിരുസന്നിധിയിൽ വരണം, അങ്ങയുടെ ചാരത്ത് വന്നു നിൽക്കണം. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടണം. ഉത്വിയമൃത്തി അല്ലാഹുവോട് പറയണം. അത് അല്ലാഹു കേൾക്കും കാണും, മുത്തുനബി കേൾക്കും കാണും. ആ സംഗതി മുത്തുനബി കാണുമ്പോൾ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലും പൊറുക്കലിനെ തേടും. ഈ പാവപ്പെട്ട ഉമ്മത്തി നിന്ന് കരയുന്നത് കണ്ടില്ലേ? പടച്ചോനെ അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുത്താളാ. ഇത് ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, നബി തങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ പാപം പൊറുത്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പൊറുടുത്തം ചെയ്യുന്നതാ. അള്ളാഹു അവരുടെ പാപം പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മനസ്സുകൊണ്ട് തിരുനബിയുടെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കണം. മൗലിദിന്റെ സദസ്സുകളിൽ ചെന്ന് തിരുനബിയുടെ മുമ്പിലെത്തിയ അതേ റോള് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയണം. അള്ളാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിയിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം, ആ ആത്മീയ സാന്നിധ്യം ഈ സദസ്സിനും കിട്ടും, അല്ലേ? ഈ സദസ്സിനും കിട്ടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും നബി തങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട് എന്ന് പറഞ്ഞ് അതിങ്ങനെ വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബറയിൽ എഴുതുന്നത് കാണാം. ഇന്ന് നബി തങ്ങളുടെ പണി എന്താണ് എന്ന ചർച്ചയിൽ എഴുതുന്നു, വഹുദൂറു ജനാസതി സ്വാലിഹി ഹാദിഹിൽ ഉമ്മ.
ഈ ഉമ്മത്തിലെ നല്ല ജനങ്ങൾ മരിക്കുമ്പോൾ അവരുടെ ജനാസയിൽ പങ്കെടുക്കാൻ മുത്തുനബിയുടെ ആത്മാവ് വരും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ വാപ്പയുണ്ട്, നമ്മളെ ജേട്ടനുണ്ട്, അനുജനുണ്ട്, മക്കളുണ്ട്, കണ്ണീരൊലിപ്പിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ആർക്കാണ് ഉറപ്പ് പറയാൻ പറ്റുക ആ ദുആക്ക് ഉത്തരം കിട്ടും? അള്ളാഹു തരും. കൂടുതൽ ആളുകൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹു ഉത്തരം തരും. ശരി തന്നെയാണ്. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും മുത്തുനബിയുടെ ആത്മാവൊന്ന് വന്നു നിന്ന് എന്റെ ഈ പാവപ്പെട്ട ഉമ്മത്തിക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ നമുക്കല്ലാഹു പുറത്തു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജനാസക്ക് അല്ലാഹു ഈ മഹാഭാഗ്യം നൽകട്ടെ, ഈ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുനബി ഒരു കാര്യത്തിൽ അങ്ങ് ദുആ ചെയ്താൽ അത് തട്ടൂല. അതിനെന്ത് ചെയ്യണം? തിരുനബിയുമായി കണക്ഷൻ വേണം. മൗലിദുകൾ ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം, തിരുനബിയെ മദ്ഹ് പറയണം. അവരോട് മാത്രമേ തിരുനബിക്ക് മഹബത്തുണ്ടാകൂ. തിരുനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരുനബിയുടെ സുന്നത്താണ് താടി വെക്കുന്നത്. നിനക്ക് പറ്റുമോ? തിരുനബിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ പറ്റുമോ? തിരുനബിയുടെ മീലാദ് ആഘോഷത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ പറ്റുമോ? തിരുനബിയുടെ മൗലിദ് പാടുന്നത് ജീവിതത്തിലൊരു ഹരമാക്കി കൊണ്ട് നടക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും നടക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഈ കളിക്കാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നതിന് പകരം, അവർക്ക് വാട്ടം പിടിച്ച് സംസാരിക്കുന്നതിന് പകരം, അവരുടെ കട്ടൗട്ടുകൾ സ്ഥാപിക്കാൻ ആയിരങ്ങൾ ചെലവിടുന്നതിന് പകരം നിങ്ങൾ 200 1000 ഹബീബിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? ഹബീബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. മദീനയിൽ നിന്ന് ഹബീബ് ഈ സദസ്സ് കാണും. വസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹു നിങ്ങളുടെ അമല് കാണും. വറസൂലുഹു, അവന്റെ റസൂലും നിങ്ങളുടെ അമല് കാണും. ഇതൊരു നല്ല അമലാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ സന്തോഷിക്കും. ഇത് കണ്ടുകൊണ്ട് സന്തോഷിക്കും. ചെറിയ കാര്യമാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവോടൊപ്പം പൊറുക്കണം. അതിന് അല്ലാഹുവിന്റെ അടുത്ത് തങ്ങളൊന്ന് ഇടപെടണം. ശിക്കായത്ത് പറയാണ്, കേസ് പറയാണ് തിരുനബി തങ്ങളോട്. ഇതാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു നബിയെ, ഞങ്ങൾ പാപങ്ങളുടെ മേൽ വാഹനം കയറി, ഞാൻ വാഹനം കയറി, അറ്റവും കണക്കുമില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു. അതുകൊണ്ട് തങ്ങളെ, ഞാൻ തങ്ങളോട് സങ്കടം പറയാണ്. ഫീഹി, എന്റെ പാപങ്ങളുടെ കാര്യത്തിൽ, എന്റെ പാപങ്ങളുടെ കാര്യത്തിൽ ഞാൻ അങ്ങയോട് സങ്കടം പറയുന്നു. തങ്ങൾ പുറത്തു തരണം എന്നല്ല, പുറത്തു തരാൻ കഴിയുന്നവനോടൊന്ന് പറയണം. ആർക്കാ ഈ ഭാഷ തിരിയാത്തത്? എന്നിട്ട് ഇതിന്റെ പേരിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി തള്ളുന്ന ആളുകളുണ്ട്. ഇഷ്ക് എന്താണെന്നറിയാത്തവർ, സ്നേഹം എന്താണെന്നറിയാത്തവർ, സ്നേഹത്തിന്റെ ഭാഷ അറിയാത്തവർ. അവരെ നമുക്ക് അവഗണിക്കാം. ഈ പരിശുദ്ധ റമദാനിന്റെ പാതിരാത്രിയിൽ അവർക്ക് വേണ്ടി മറുപടി പറയേണ്ട സമയമില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിന് സമയം കളയേണ്ടതില്ല. അവരെ അവജ്ഞയോടെ അവഗണിച്ചു തള്ളാം. എന്ത് വല്ല തലയും വാലും വേണ്ടേ സംസാരിക്കുന്നതിന്? ഹബീബായ നബിതങ്ങള്, ആ നബിതങ്ങൾ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഇതല്ലേ ഇതിന്റെ ലക്ഷ്യം? ബഹുമാനപ്പെട്ട മഹ്ദൂം തങ്ങൾ നമ്മളെ ഇത് ചൊല്ലാൻ പഠിപ്പിച്ചു. കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്നല്ല, മറ്റുള്ളവരും ഇത് ചൊല്ലി വരുന്നു. കേരളത്തിൽ ഏതായാലും ഇത് ചൊല്ലി വരുന്നു. ചെറിയ കാര്യമാണോ? മങ്കൂസ് മൗലിദിനെ കുറിച്ച് ഞാൻ നേരത്തെ 11 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കഴിയുന്നവർ വാങ്ങണം. ഇന്നലെ ഇവിടെ നടന്ന പ്രഭാഷണത്തിന്റെ DVD സദസ്സിൽ ലഭിക്കും. നിങ്ങൾ വാങ്ങണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം.
എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് ഇടപെട്ടാൽ എന്തിനു പേടിക്കണം? ഒറ്റ സംഭവം ഇട്ട് ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിമായി തന്റെ ഉമ്മാനെ പലതവണ ഇസ്ലാമിലേക്ക് വിളിച്ചു. ഉമ്മ അങ്ങളൊന്ന് മുസ്ലിമാവോ? ഉമ്മ മുറിച്ചാല് കഷ്ണം അങ്ങോട്ട് മുറിച്ചാൽ ഉമ്മ മുസ്ലിം ആവൂല. കുഫറിൽ മൂടുറച്ചു പോയ ഉമ്മയാ. കുഫറിൽ മൂടുറച്ച ഉമ്മയാണ്. അനങ്ങൂല, എത്ര പറഞ്ഞാലും അനങ്ങൂല. കുറെ വിളിച്ചു നോക്കി, നല്ല ഹിക്മത്തോടുകൂടെ തന്ത്രത്തോടുകൂടെ ദീനുൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു നോക്കി, പറഞ്ഞു കൊടുത്തു, വിളിച്ചു നോക്കി. പക്ഷേ എത്ര പറഞ്ഞാലും അനങ്ങാപ്പാറ നയമാണ്. ഒരനക്കവുമില്ല, നിൽക്കുന്നിടത്ത് അവിടെ നിൽക്കുകയാണ്. അവസാനം ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു, ഞാൻ എന്തിനാ അത്ര വിഷമിക്കുന്നത്, നബിതങ്ങളോടൊന്ന് ദ്വാരക്കാൻ പറയാം, എന്റെ ഉമ്മ മുസ്ലിമാകാൻ. ഇങ്ങോട്ട് പിന്നെ വന്നാണ്ട് വിളിച്ചാലും ഉണ്ട് മുസ്ലിമാവും. കാരണം നബിതങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. നബിതങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥന പോലെ ആക്കരുത് എന്ന ആയത്ത്, ആ ആയത്തിന്റെ തഫ്സീറിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാന്മാര് പറഞ്ഞത് കാണാം. നബിതങ്ങളുടെ പ്രാർത്ഥന തട്ടുകയില്ല, അള്ളാഹു അതിന് ഉത്തരം കൊടുക്കും. അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരം കുറെ സംഭവങ്ങൾ കാണാം, നബിതങ്ങളുടെ ദുആകൾ സ്വീകരിച്ചത്. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാ. അങ്ങനെ അബൂ ഹുറൈറ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു ചെറിയ അപേക്ഷ പറയാനുണ്ട്. ഞാൻ എന്റെ ഉമ്മാനെ കുറെ കാലായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. തങ്ങൾ എനിക്ക് വേണ്ടി എന്റെ ഉമ്മക്ക് വേണ്ടി ഒരു ദുആ നടത്തുവോ? എന്താ ദുആന്റെ വാചകം ഞാൻ പറഞ്ഞു തരും, അങ്ങനെ തന്നെ പറയണം. അബൂ ഹുറൈറ പറയാം, കാരണം ദുആ ഇരുന്നാൽ ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പുകൊണ്ടാണത്. അപ്പൊ ചോദിച്ചു, എന്താ ദുആ ഇറക്കേണ്ടത്? അബൂ ഹുറൈറ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ. പടച്ചോനെ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ. അങ്ങനെയാ ദുആ ഇറക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആരെന്നു സഹാബത്ത് ആമീനും പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ വീട്ടിലേക്ക് പോകുക. ഇനി ഉറപ്പാ ഉമ്മ മുസ്ലിമായി ആകൂന്ന് പറഞ്ഞാൽ ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലി ഇങ്ങോട്ട് കടന്നു വരും. അങ്ങനെ അബൂ ഹുറൈറ പറയാ, ഞാൻ വീട്ടിലെത്തിയപ്പം വീടിന്റെ പ്രധാന കവാടം അടച്ചിട്ടിരിക്കുക, ആരുമില്ല പുരയിൽ എന്ന് തോന്നുന്നു. ഞാൻ വാതിലിൽ മുട്ടി. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഇപ്പം വരാം, നീ അവിടെ കാത്തു നിൽക്കുക. എന്താണ് ഉമ്മ വീട്ടിനകത്ത് എന്നെ വാതിലടച്ച് പുറത്താക്കി ഉമ്മ വരാന്ന് പറഞ്ഞ് തങ്ങുന്നത്? ഞാൻ ചെവിയോർത്തു. അബൂ ഹുറൈറ പറയാൻ, അപ്പൊ വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കുളിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ വരും, കുളി കഴിഞ്ഞാൽ എത്തും. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു എന്റെ ഉമ്മാനെ. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഉമ്മ വരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല. ഉമ്മ കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി മുഖമക്കനെ അടക്കം ധരിച്ചു. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഒക്കെ ധരിച്ചിട്ട് വാതിൽ വന്നിട്ട് ഇങ്ങോട്ട് തുറക്കുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മുസ്ലിം പെണ്ണിന്റെ വേഷത്തിൽ. ഉമ്മ നിങ്ങൾ മുസ്ലിമാകൂ എന്ന് പറയാൻ പോലും എനിക്ക് ചാൻസ് തന്നില്ല. എന്റെ ഉമ്മ വന്ന് വാതിലിങ്ങ് തുറന്നപ്പം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വാതിൽ തുറന്നത്. ഉമ്മ അങ്ങളൊന്നും ഇങ്ങോട്ട് പോരോന്ന് ചോദിക്കണ പണിയും കൂടെ ഉണ്ടായില്ല. ഇതങ്ങോട്ട് കണ്ടപ്പോ അബൂ ഹുറൈറയുടെ മനസ്സാണ്ട് നിറഞ്ഞു. അബൂ ഹുറൈറക്ക് ഇനി ഒന്നും വേണ്ട, ഉമ്മാനോട് വേറുള്ള വർത്താനൊക്കെ പിന്നെ. ആദ്യം റസൂലുള്ളാഹിനോട് ഈ സന്തോഷം എന്ന് പറയണം. നേരെ ഓടി റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ അങ്ങയുടെ ദുആഇന്റെ കരുത്ത് ഞാൻ കണ്ടു തങ്ങളെ. ഖദ് അസ്ലമതു ഉമ്മു അബൂ ഹുറൈറ അബീ ഹുറൈറ. അബൂ ഹുറൈറന്റെ ഉമ്മ മുസ്ലിമായിരിക്കുന്നു തങ്ങളെ. ഷഹാദത്ത് ചൊല്ലി കേട്ടു. ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ ഉമ്മ വരാൻ കാരണം ഒന്നും ചോദിച്ചിട്ടില്ല. ഞാനിങ്ങ് പോന്നിരിക്കുക ഈ സന്തോഷം പറയാൻ. ഒരു ദുആക്ക് ചൂടാറാതെ ഉത്തരം കിട്ടിയ അനുഭവത്തിൽ നിന്ന് തങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യവും കൂടെ പറയാണ്ട് സാധിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഒരു ദുആയും കൂടെ. എന്തേ? അപ്പൊ പറഞ്ഞു, അബൂ ഹുറൈറയുടെയും അബൂ ഹുറൈറയുടെ ഉമ്മയുടെയും പേര് ലോകത്ത് ഏത് മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും ചെവിയിൽ കേട്ടാൽ അവർ ഞങ്ങളെ സ്നേഹിക്കണം.
ഞങ്ങളെ കാണണ്ട, ഞങ്ങളെ അറിയണ്ട, ഈ പേര് കേട്ടാൽ മുഅ്മിനീങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പ്രാർത്ഥിച്ചു. പടച്ചോനെ, നിന്റെ ഈ കൊച്ചടിമ, നബി തങ്ങൾ അങ്ങനെ അതുമായിരുന്നു, ഉബൈദക്ക സ്നേഹപൂർവ്വം പറഞ്ഞതാ, നിന്റെ ഈ കൊച്ചടിമ അബൂ ഹുറൈറയെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്കൊക്കെ അദ്ദേഹത്തോട് മഹബത്താക്കണം, മുഅ്മിനീങ്ങളെ അദ്ദേഹത്തിനും മഹബത്താക്കി കൊടുക്കണം, രണ്ട് ഭാഗത്തു നിന്നും സ്നേഹം നീ ഊട്ടിയുറപ്പിക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പറയാൻ, എപ്പോഴാണോ നുബുവത്തിന്റെ തിരുനാക്കിൽ നിന്ന് ഈ പ്രാർത്ഥന പുറത്തേക്ക് വന്നത്, ആ നിമിഷം മുതൽ അബൂ ഹുറൈറയുടെ പേര് ഏതെങ്കിലും ഒരു മൂമിനോ മൂമിനത്തോ കേട്ടിട്ട് അവരെന്നെ വെറുത്തിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാ, അവരെന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് അബൂ ഹുറൈറ മുസ്ലിം ലോകത്ത് ഇത്രയും കൂടുതൽ ശ്രദ്ധേയനായ സ്വഹാബിയായി, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്വഹാബിയായി, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാറിയത്. ഒരൊറ്റ മൂമിനും മൂമിനത്തിനും അബൂ ഹുറൈറയോട് വിഷമല്ല, ലോകത്തൊരാൾക്കുണ്ടായിട്ടില്ല. ഒരൊറ്റ മനുഷ്യനെ ഈ അബൂ ഹുറൈറയോട് വിഷമം ഉണ്ടായിട്ടുള്ളൂ. ഒരൊറ്റ മനുഷ്യനെ അബൂ ഹുറൈറയോട് മാപ്പിളാന്ന് പറയുന്നവരിൽ വിഷമം ഉണ്ടായിട്ടുള്ളൂ. അയാൾ മാപ്പിളയാണോ അല്ലേ എന്നുള്ള വേറെ വിഷയം. ഞാൻ പറയുന്നത്, മാപ്പിളാന്ന് അവകാശപ്പെടുന്നവരിൽ ഒരൊറ്റ മനുഷ്യനെ വിഷമമുണ്ടായിട്ടുള്ളൂ. അയാൾ പറഞ്ഞു, എന്റെ മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഒന്നുകൊണ്ട് പ്രസംഗിച്ചു അയാൾ, അബൂ ഹുറൈറയാണ് ദീനിൽ ഈ കെട്ടുകഥകൾ മുഴുവനും ഉണ്ടാക്കിയത്, അയാൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ട് അബൂ ഹുറൈറ, ഇയാളുടെ ഖബർ എവിടെയെന്ന് എനിക്കറിയില്ല, അറിയായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ ഖബർ മാന്തിയിട്ട് ഒരെല്ലെങ്കിലും കിട്ടുകയാണെങ്കിൽ ചവിട്ടി പൊട്ടിച്ചിട്ട് ഞാൻ അയാളോട് പ്രതികാരം തീർക്കുമായിരുന്നു എന്ന് പ്രസംഗിച്ച ഒരു മൗലവി. അയാൾ എങ്ങോ പോയി, ഒരഡ്രസ്സും ഇല്ല. അയാളുടെ ഒരു എല്ലിന്റെ കഷ്ണം കിട്ടുമോ നോക്കാൻ ഒരു മല മുഴുവനും കിളച്ചു മറിച്ചു, കിട്ടിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, അബൂ ഹുറൈറയോട് വെറുപ്പ് പ്രകടിപ്പിച്ചത് നമ്മുടെ അറിവിൽ ഈ ഒരൊറ്റ മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചുവന്ന കുന്ന് മാന്തിയത് നിങ്ങൾ മറന്നിട്ടുണ്ടാവൂല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറയ്ക്ക് സ്വീകാര്യത കിട്ടാൻ കാരണം തിരുനബിയുടെ പ്രാർത്ഥനയാണ്. അപ്പൊ ഹബീബുമായിട്ടുള്ള മഹബത്ത്, ഹബീബുമായിട്ടുള്ള നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഹൃദയബന്ധം അത് നിങ്ങൾ ഉറപ്പിക്കണം. അത് ഉറപ്പിച്ചെങ്കിലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഹബീബിന്റെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവൂ. അതുണ്ടോ തീർച്ചയാണ് ഹബീബ് നിങ്ങളെ സ്വീകരിക്കും. ഹബീബ് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ കബൂലാക്കും. റമളാനിന്റെ നടുവിലത്തെ പത്തിൽ എല്ലാ ദിവസങ്ങളും നോക്കാം, നടുവിലത്തെ പത്തിൽ പ്രത്യേകിച്ചും ഒരുങ്ങുക. എന്നിട്ട് മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങാൻ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് മഗ്ഫിറത്തിന്റെ 10 എന്ന ഈ വിഷയത്തിലുള്ള ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറെ കാര്യങ്ങള്, തുടർ നടപടികൾ, ഒരു 10 മിനിറ്റും കൂടെ വേറെ സംഗതികൾ ഇവിടെ ഉള്ളതുകൊണ്ട് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആരും പോകരുത്, ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ.